Hi students, we have a one-shot series of electric charges and field. But adutha GIB lekkulla concept series electric charges and field aanu nammal innu discuss cheyan povunnathu. Okay? Innu nammade ee class il pradhanavayum concepts ne munnirthikondana nammal discussion മുന്നോട്ട് കൊണ്ടുപോകുന്നത് and we will be also solving a few number of representative questions. പറയുന്ന കോൺസെപ്റ്റുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഏതാനും ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് തുടക്കം മുതലേ തന്നെ ഇത് ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. I will respond to the doubts. So let us start without wasting time. Okay, thank you. Let us see. So properties of electric charge. We start with electric charges and field, and the initial section, നമ്മുടെ starting section എന്ന് പറയുന്നത് properties of electric charge. നമുക്കെല്ലാവർക്കും അറിയാം, all living and non-living materials or objects or bodies, whatever it may be, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രിക് ചാർജസ് കൊണ്ടാണ്. If you look at the human body or you look at a piece of wood, നിങ്ങൾ എന്ത് നോക്കിയാലും you can see that everything is made up of atoms. Okay, atoms are again made up of, they are made up of a nucleus and electrons. Atoms നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ന്യൂക്ലിയസും ഇലക്ട്രോണുകളും കൊണ്ടാണ്. Inside the nucleus you have protons and neutrons, and outside the nucleus you have electrons. ശരിയല്ലേ? Electrons are negatively charged and protons are positively charged. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രിക് ചാർജ് കൊണ്ടാണ്. So everything in this universe is electrical in nature. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം, I can say that they are electrical in nature. They are made up of positive particles and negative particles. Positive particles are protons and negative particles are electrons. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, എന്താണോ മാസ് അതുപോലെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇലക്ട്രിക് ചാർജ്. നമ്മളത് ഡിഫൈൻ ചെയ്യുമ്പോൾ മാസ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ എന്ന് പറയാറുണ്ട്. ഇൻ എ സിമിലർ വേ ഐ ക്യാൻ സേ ദാറ്റ് ചാർജ് ഈസ് ഓൾസോ ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്റർ, മെറ്റീരിയൽ പാർട്ടിക്കിൾ ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള രണ്ട് പ്രോപ്പർട്ടീസാണ് മാസും ഇലക്ട്രിക് ചാർജും. ചാർജ് ഉള്ള ഒരു ബോഡിക്ക് തീർച്ചയായിട്ടും മാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മാസ് ഉള്ള ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് ബിക്കോസ് ടോട്ടൽ ചാർജ് ഓർ നെറ്റ് ചാർജ് ഓൺ എ ബോഡി ക്യാൻ ബി സീറോ. ഒരു ബോഡിയിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ടെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദ നെറ്റ് ചാർജ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു സീറോ. ശരിയല്ലേ? അപ്പോൾ മാസ് ഉണ്ടെങ്കിൽ ചാർജ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇലക്ട്രിക് ചാർജിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. ലെറ്റ് us see what are the important properties of electric charge. അനേകം പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന പ്രോപ്പർട്ടീസാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. The first property you can see, it is quantization of electric charge. This is the first property, quantization of electric charge. So what is meant by quantization of electric charge? Quantization of electric charge എന്ന് പറഞ്ഞാൽ എന്താണ്? Okay, അതിന് we have to see what is the smallest unit of electric charge available in nature, freely available in nature. ഇലക്ട്രിക് ചാർജിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ് എന്ന് നമുക്ക് അറിയണം. ഇലക്ട്രിക് ചാർജിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്
ഒരു ഇലക്ട്രോണിലോ ഒരു പ്രോട്ടോണിലോ കാണപ്പെടുന്ന ചാർജാണ്. ഓക്കെ, ഒരു ഇലക്ട്രോണോ ഒരു പ്രോട്ടോണോ എടുത്തു കഴിഞ്ഞാൽ ദ ചാർജ് ഈസ് E is equal to 1.6 into 10 to the power of minus 19 coulomb. ഇതാണ് ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ അതിന് ഉണ്ടാകാവുന്ന ചാർജ്. ഇതിനേക്കാളും ചെറിയൊരു ചാർജ് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഇതിനേക്കാളും ചെറിയ ചാർജുകളൊക്കെ ഉണ്ട്, പക്ഷേ ആ ചാർജുകളൊന്നും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചാർജ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ഈസ് ഫ്രീലി അവൈലബിൾ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പ്രോട്ടോൺസ് അവൈലബിൾ അല്ലേ? പ്രോട്ടോൺസ് ആർ അവൈലബിൾ, ബട്ട് ദേ ആർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഇൻ എ നോർമൽ സിറ്റുവേഷൻ ന്യൂക്ലിയസിനകത്ത് പോയി ഒരു പ്രോട്ടോണിനെ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി. അതിന് യു നീഡ് എനോർമസ് എമൗണ്ട് ഓഫ് എനർജി. വളരെയധികം എനർജി നമുക്ക് വേണം ന്യൂക്ലിയസിനകത്തു പോകാനും അവിടെ നിന്നൊരു പ്രോട്ടോനെ പുറത്തെടുക്കാനും. പക്ഷെ ഇലക്ട്രോൺസിന്റെ കേസിൽ അങ്ങനെയല്ല. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് പുറത്താണ്. എസ്പെഷ്യലി ദ വാലൻസ് ഇലക്ട്രോൺസ് ആർ വെരി ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ ന്യൂക്ലിയസ്. അതുകൊണ്ട് ഈ വാലൻസ് ഇലക്ട്രോൺസിനെ വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓർ വിത്ത് ലിറ്റിൽ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി യു ക്യാൻ റിമൂവ് ഇലക്ട്രോൺസ്, especially the valence electrons or the outermost electrons. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് outermost electrons are easily available. പക്ഷെ ന്യൂക്ലിയസിനകത്ത് പോയി ഇതുപോലെ നമുക്ക് ആരെ എടുക്കാൻ പറ്റത്തില്ല? പ്രോട്ടോൺസിനെ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ന്യൂക്ലിയസിനകത്തോട്ട് ചെന്ന ഒരു പ്രോട്ടോണിനെ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എനർജി വളരെ 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 അധികമാണ്. നോർമൽ കെമിക്കൽ റിയാക്ഷൻസിലോ നോർമൽ ഫിസിക്കൽ പ്രോസസ്സുകളിലോ ഇത്രയും എനർജി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഫ്രീ പ്രോട്ടോൺസ് ആർ നോട്ട് സോ ഈസിലി അവൈലബിൾ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. ശരി, എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചാൽ, ഒരു ബോഡിക്ക് കിട്ടാവുന്ന ചാർജ്, ഒരു ബോഡിക്ക് ലഭിക്കുന്ന ചാർജ് എല്ലായ്പ്പോഴും ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന ചാർജ്, ഒരു ഇലക്ട്രോണിന് കൈവശമുള്ള ചാർജ് എന്താണോ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും എല്ലായ്പ്പോഴും. ഒരു ബോഡിക്ക് കിട്ടുന്ന ചാർജ് എന്താണോ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ചാർജ് അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ലഭിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോഡിയെ എങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം? ഓക്കെ, ഒരു ബോഡിയെ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാം? ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ നമുക്ക് എടുക്കാം. ഇലക്ട്രോൺസിനെ കൊടുക്കാം, ഇലക്ട്രോൺസിനെ എടുക്കാം. കാരണം ഇറ്റ് ഈസ് ഓൾവേസ് ഈസി ടു പ്ലേ വിത്ത് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക്. ഇറ്റ് ഈസ് ഈസി ടു പ്ലേ വിത്ത് ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസ് കൊടുക്കാൻ എളുപ്പമാണ്, ഇലക്ട്രോൺസ് എടുക്കാനും എളുപ്പമാണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ഇലക്ട്രോൺസ് or the process of taking out electrons is known as electric charging. ഇതിനാണ് ചാർജിങ് എന്ന് പറയുന്നത്. ചാർജിങ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് കൊടുക്കുന്നതിനെയോ ഇലക്ട്രോൺസ് അവിടുന്ന് എടുക്കുന്നതോ ആണ്. ഇനി എടുക്കാനും കൊടുക്കാനും എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് ഞാൻ പിന്നീട് പറയും. ഇനിയും ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ കൈവശം എന്ത് ചാർജ് ഉണ്ടോ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ ചാർജ് വരാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഒരു ഇലക്ട്രോൺ കൊടുക്കാം. ഒരു ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് എന്തായിരിക്കണം? Q is equal to -E ആയിരിക്കണം ഒരു ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ. 2 ഇലക്ട്രോൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് -2E ആയിരിക്കണം. 3 ഇലക്ട്രോൺ ആണ് കൊടുക്കുന്നതെങ്കിലോ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് -3 ആയിരിക്കണം. അപ്പൊ ഇലക്ട്രോൺസ് കൊടുത്തുകൊണ്ടിരുന്നാൽ ബോഡിക്ക് കിട്ടുന്ന നെഗറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് കൂടുന്നത് എന്ന് ചോദിച്ചാൽ E എന്ന് പറയുന്ന സ്മോളസ്റ്റ് യൂണിറ്റിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കൂടുന്നത്. എന്ന് പറഞ്ഞാൽ 1E ആയിരിക്കാം, അല്ലെങ്കിൽ 2E ആയിരിക്കാം, അല്ലെങ്കിൽ 3E ആയിരിക്കണം. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി -n into E എന്ന് പറയാം. n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊടുത്താൽ -n into E എന്ന് പറയാം. ഇലക്ട്രോണിന്റെ പകുതി കൊടുക്കാൻ പറ്റില്ല.
ഇലക്ട്രോണിന്റെ മുക്കാൽ ഭാഗം കൊടുക്കാൻ പറ്റില്ല, ഇലക്ട്രോണിന്റെ കാൽ ഭാഗം പോലും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇലക്ട്രോണിക് ചാർജിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇനിയും നെഗറ്റീവ് ചാർജിങ്ങിന് ഇലക്ട്രോൺസ് കൊടുത്താൽ മതി എന്ന് മനസ്സിലായി. പോസിറ്റീവ് ചാർജിങ്ങിനാണെങ്കിലോ, പോസിറ്റീവ് ചാർജിങ്ങിനാണെങ്കിൽ കൊടുത്തതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഇലക്ട്രോൺ ആണ് ഞാൻ ഒരു ബോഡി, ഒരു ന്യൂട്രൽ ബോഡി. ന്യൂട്രൽ ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ദ ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതിനകത്ത് അൺബാലൻസ്ഡ് ചാർജ് ഒന്നും ഇല്ല എന്ന് എനിക്ക് പറയാം. ഞാൻ അതിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ആ ഇലക്ട്രോൺ ബാലൻസ് ചെയ്തിരുന്ന പ്രോട്ടോൺ എക്സ്പോസ്ഡ് ആകും. എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ പ്ലസ് ഈ ചാർജ് ഉണ്ടാകും. 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്താലോ, അപ്പൊ എനിക്ക് +2 ഈ ചാർജ് ആ ബോഡിക്ക് കിട്ടും. ഞാൻ 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്താലോ +3 ഈ ചാർജ് കിട്ടും. n ഇലക്ട്രോൺ റിമൂവ് ചെയ്താലോ +n ഈ ചാർജ് കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു ബോഡിക്ക് കിട്ടുന്ന ചാർജ് എല്ലായ്പ്പോഴും നമുക്ക് ±NE എന്ന രൂപത്തിലാണെന്ന് പറയാൻ പറ്റും. n is equal to 1, 2, 3, 4 etc. ഓക്കെ, ഈ പറഞ്ഞ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഏതൊരു ബോഡിക്കും കിട്ടുന്ന ചാർജ് അത് പോസിറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിക്കോട്ടെ, അത് എല്ലായ്പ്പോഴും ഇലക്ട്രോണിക് ചാർജിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ഇലക്ട്രോൺ കൊടുത്താൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാലോ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇലക്ട്രോണിന് മാസ് ഉണ്ടല്ലോ, ഇലക്ട്രോണിന് മാസ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ യു ആർ ഓൾസോ ഗിവിംഗ് മാസ്. ഇലക്ട്രോണിന് മാസ് വളരെ വളരെ കുറവാണ്, നമുക്കറിയാം. ഇലക്ട്രോണിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇലക്ട്രോണിക് മാസ് എന്ന് പറയുന്നത് ME is equal to 9.1 into 10 to the power of -31 kilograms. ഇതാണല്ലോ മാസ് അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ യു ആർ ഓൾസോ ഗിവിംഗ് മാസ്. പക്ഷെ കൊടുക്കുന്ന മാസ് വളരെ വളരെ ചെറുതാണ്. മനസ്സിലായോ? അപ്പോ when a body is negatively charged, its mass slightly increases. There will be a slight increase in mass. അതുപോലെ when you take out electrons, you are removing an extremely small amount of mass from the body. വളരെ ചെറിയൊരു amount of mass നിങ്ങൾ അവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് ചാർജിങ് will result in a slight reduction in mass. Negative charging will result in a small increase in charge. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇതുപോലെ ക്യൂവിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാനും ഈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാനും എടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, എല്ലാവർക്കും ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? Is it audible? Are you able to follow the class? Please comment. Yes? Okay, so let us continue. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്? വാട്ട് ഈസ് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്? I consider a body. ഓക്കെ, ഇങ്ങനെ ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ബോഡിയിൽ പല ഭാഗത്തായിട്ട് ചാർജ് കൊടുത്തിരിക്കുന്നു. പല ഭാഗത്ത് ചാർജ് കൊടുത്തു. ഈ ചാർജ് അവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ദിസ് ബോഡി ഹാസ് ടു ബി ആൻ ഇൻസുലേറ്റർ. ഇങ്ങനെ ഒരു ഫിസിക്കൽ ബോഡി നിങ്ങളെ കൺസിഡർ ചെയ്തു. യു കൺസിഡർ എ ബോഡി വിത്ത് എ ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. എനി ബോഡി വിത്ത് എ ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഈസ് നോൺ ആസ് an extended body. What is an extended body? Any body with a definite size and shape is known as an extended body. So we consider an extended body, which means a body with a definite size and shape. Let it be an insulator. Adur insulator ആയിക്കോട്ടെ. ഓക്കെ, അതിലേക്ക് ചാർജ് കൊടുത്താൽ എവിടെ ചാർജ് കൊടുക്കുന്നു അത് അവിടെ തന്നെ നിൽക്കും. ഇതൊരു കണ്ടക്ടർ ആണെങ്കിലോ കൊടുക്കുന്ന ചാർജ് അതിന്റെ സർഫസിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യും, subjected to certain conditions. ആ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് പിന്നീട് അവസരത്തിൽ പഠിക്കാം.
ഓക്കെ, അപ്പം ഞാൻ ചാർജ് കൊടുത്തു. അപ്പോൾ ഒരു ഭാഗത്ത് ചാർജ് കൊടുത്തു, ഇവിടെ ചാർജ് കൊടുത്തു. ആ കൊടുത്ത ചാർജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, ലെറ്റ് മീ സേ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ചാർജ് ഈസ് Q1. ഓക്കെ, ഇതുപോലെ ഇവിടെ ചാർജ് കൊടുത്തു, ബട്ട് ദിസ് ചാർജ് ഈസ് നെഗറ്റീവ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ചാർജ് is negative and its magnitude is Q2. ഓക്കെ, അതുപോലെ വീണ്ടും ഇവിടെ ചാർജ് കൊടുത്തു. ഓക്കെ, ഈ ചാർജ് let me say this is Q3. അപ്പോൾ you can see that you have given charges Q1, Q2 and Q3 to this body. ഈ ബോഡിക്ക് you have given Q1, Q2 and Q3. Now what is the total charge on this body? The total charge on this body is Q is equal to Q1 minus Q2 plus Q3 എന്ന് എനിക്ക് എഴുതാം. Is it clear? Q is equal to Q1 plus Q2 plus Q3 എന്ന് എഴുതാം. ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ എ പോസിറ്റീവ് ചാർജ് Q1 പ്ലസ് എ നെഗറ്റീവ് ചാർജ് Q2 പ്ലസ് എ പോസിറ്റീവ് ചാർജ് Q3 എന്നാണ്. സോ ദ ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി is always equal to the sum of the charges given to different parts of the body considering the sign of the charge. ഇതിനെ നമ്മൾ വിളിക്കുന്നത് algebraic sum എന്നാണ്. Algebraic sum. So the total charge on the body is equal to the algebraic sum of the charges on different parts of the body. ഈ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇപ്പൊ അഡിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇലക്ട്രിക് ചാർജിനുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? ചാർജ് കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ചാർജ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. The total charge of this universe can remain constant. Or total charge of any isolated system can remain constant. Charge cannot be created nor destroyed. But you can transfer charge from one body to another. ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടിയുണ്ട്, വരാൻ പോകുന്ന സ്ലൈഡുകളിലുണ്ട്. You can transfer charge from one body to another, but you cannot create charge. You cannot destroy charge. Okay? In this context, in the context of electromagnetism. Okay? അപ്പോൾ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. അടുത്തത് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരു പക്ഷെ ആദ്യത്തെ മൂന്നെണ്ണം യു മേ ബി വെരി ഫെമിലിയർ വിത്ത്. But what is the fourth one? നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. വാട്ട് ഈസ് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? സി, അക്കോർഡിംഗ് ടു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, നമ്മുടെ സിലബസിൽ ഇല്ല. അക്കോർഡിംഗ് ടു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഒരു ബോഡി അതിന്റെ വേഗത ലൈറ്റിന്റെ വേഗതയ്ക്ക് അടുത്തെത്തുമ്പോൾ, യു കൺസിഡർ എ മൂവിംഗ് ബോഡി. The body is moving with a velocity close to the velocity of light. അത്തരം സാഹചര്യങ്ങളിൽ the length of the body appears to change with the velocity. വെലോസിറ്റിക്ക് അനുസരിച്ച് ഡയമെൻഷൻസിന് വ്യത്യാസമുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ വെലോസിറ്റിക്ക് അനുസരിച്ച് മാസിന് വ്യത്യാസം ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ വെലോസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടൈം ഇന്റർവെൽസിന് വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ചാർജിന് ഒരിക്കലും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഇതിന് പറയുന്ന പേരാണ് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഏത് റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്താലും, എന്ത് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഫ്രെയിം ആണെങ്കിലും ആയിക്കോട്ടെ, ചാർജ് appears to be the same. ചാർജ് ഈസ് ഓൾവേസ് ദ സെയിം. ഇതാണ് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇത്തരം ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് വളരെ കൃത്യമായി മനസ്സിലാക്കാതെ നമുക്ക് പ്രോബ്ലംസിനെ കുറിച്ച്
ഒരു പ്രോബ്ലം സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാനോ അനലൈസ് ചെയ്യാനോ പറ്റില്ല. സോ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു അനലൈസ് എ ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ഈ കൺസെപ്ച്വൽ സീരീസ്, കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ കൺസെപ്ച്വൽ സീരീസ് ചെയ്യുന്നത്. റാദർ ദാൻ സോൾവിങ് ക്വസ്റ്റ്യൻസ്, വൺസ് ദ കോൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ, കോൺസെപ്റ്റുകളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റൽ കോൺസെപ്റ്റിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റിയാണ് നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി ഞാൻ ഇതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ 1 coulomb ഓഫ് ചാർജ്? Coulomb is a unit of electric charge. Coulomb is a unit of electric charge. How many electrons are there in 1 coulomb of charge? Okay. Appa Q is equal to 1 coulomb. Okay. Ida namukka N into E എന്ന് എഴുതാം according to quantization of electric charge. So 1 is equal to N into E എന്ന് എഴുതാം according to quantization of electric charge. എന്ന് പറഞ്ഞാൽ N into E is equal to 1. അപ്പോൾ n എന്തായിരിക്കണം? 1/E ആയിരിക്കണം. സോ ദിസ് ഈസ് 1/1.6 into 10 to the power of -19. ഓക്കെ, ഇത് എത്ര ആയിരിക്കും ഇതിന്റെ ഉത്തരം? ഇതിന്റെ ഉത്തരം 6.25 into 10 to the power of 18 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും കേട്ടോ. സ്ലൈഡ് നമ്മുടെ ഗ്രൂപ്പുകളിലും ആപ്പിലും ഒക്കെ അപ്ലോഡ് ചെയ്യും. അതിനകത്ത് കാൽക്കുലേഷൻ ഉണ്ടാവും. യു കൻ ഓൾസോ ഡു ദ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഒരു കുളൂംബ് ഓഫ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? ഇൻ 1 coulomb there will be 6.25 into 10 to the power of 18 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മളെ സഹായിച്ചത് ഏത് കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് Q is equal to N into E. That is quantization of electric charge. Is it clear? കൃത്യമായി ഇതിന്റെ പിന്നിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഫണ്ടമെന്റൽ ഐഡിയാസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ. എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എ അട്രാക്ട്സ് അനദർ ബോഡി ബി, ദെൻ വാട്ട് ഈസ് ദ ചാർജ് ഓൺ ബി? ഞാൻ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ദർ ആർ 2 bodies. One body is A. And this is positively charged. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. And you have another body B. This is another body B. Now the question is, എന്താണ് ക്വസ്റ്റ്യൻ? ബിയുടെ ചാർജ് എന്താണെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സ്കൂൾ കാലം മുതലേ അറിയാവുന്ന വളരെ ഫെമിലിയർ ആയ ഒരു ഒബ്സർവേഷൻ ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. പക്ഷെ ഇവിടെ 2 ചാർജ്ഡ് ബോഡീസ് ആണ്. അപ്പോൾ ഒരു പോസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബി ക്യാൻ ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. ബി ക്യാൻ ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. ബി നെഗറ്റീവ് ആണെങ്കിൽ എയും ബിയും തമ്മിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവണം? അട്രാക്ഷൻ ഉണ്ടാവണം. സോ ബി ക്യാൻ ബി നെഗറ്റീവ്ലി ചാർജ്. പക്ഷേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിൾ ആയ ഒരു ചോദ്യമാണ് സാർ ചോദിക്കുന്നത്. പക്ഷേ ബിയുടെ ചാർജ് 0 ആണെങ്കിലും അട്രാക്ഷൻ ഉണ്ടാവും. അതെങ്ങനെ? ബിയുടെ ചാർജ് 0 ആണെങ്കിലും അട്രാക്ഷൻ ഉണ്ടാവും. അതെങ്ങനെ? അതിന് ബി എന്ത് മെറ്റീരിയൽ ആണെന്ന് നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. There are 2 possibilities. B can be a conductor. B can be an insulator. ഇൻസുലേറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈ ഇലക്ട്രിക്. യു ആർ ഫെമിലിയർ വിത്ത് ദിസ് ടേം, ശരിയല്ലേ? സോ ബി ക്യാൻ ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ, but still there will be an attraction. So what is happening then? അതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഞാൻ എയുടെ അടുത്തേക്ക് ഈ ബി എന്ന് പറയുന്നത്, ഈ കാണുന്ന ബി, ഇത്
ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. എന്ന് പറയുന്നത് അതൊരു മെറ്റൽ പീസ് ആകാം. ഇറ്റ് ക്യാൻ ബി എ കണ്ടക്ടർ. അതൊരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ സമീപത്ത് അതൊരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ സമീപത്ത് ഞാൻ അതിൻ്റെ സമീപത്ത് എയെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സോ നൗ ബി ഈസ് എ കണ്ടക്ടർ. അതിൻ്റെ അടുത്ത് എ ഇരിക്കുന്നുണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ ഈസ്, കണ്ടക്ടർ ആണെങ്കിൽ യു ഹാവ് പ്ലെന്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഒരു കണ്ടക്ടിംഗ് ബോഡി ആണെങ്കിൽ യു ഹാവ് പ്ലെന്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. യു ആർ ഫെമിലിയർ വിത്ത് ദിസ്. Electrical conduction and thermal conduction is possible because of the availability of free electrons. അപ്പോൾ ബി എന്ന് പറയുന്ന കണ്ടക്ടറിനകത്ത് ധാരാളം ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. എ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള ഇലക്ട്രോണുകളെല്ലാം ബിയുടെ അടുത്തേക്ക് ഓടിയെത്തും. ബിയിലുള്ള ഇലക്ട്രോണുകളെല്ലാം എയുടെ അടുത്തേക്ക് ഓടിയെത്തും. എന്തുകൊണ്ടാണ്? എ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഇനിയും എവിടെ നിന്നെല്ലാമാണോ ഇലക്ട്രോണുകൾ ഓടി വന്നത് അവിടെയുള്ള പോസിറ്റീവ് ചാർജുകളൊക്കെ ഇപ്പോൾ എക്സ്പോസ്ഡ് ആകും. അപ്പൊ 10 ഇലക്ട്രോൺ ഓടി വന്നെങ്കിൽ 10 പോസിറ്റീവ് ചാർജ് എതിർ ഭാഗത്തുണ്ടാകും, എതിർ സൈഡിലുണ്ടാകും, ഓപ്പോസിറ്റ് ഫേസിലുണ്ടാകും. ഇപ്പൊ ബിയുടെ നിയർ ഫേസ് നെഗറ്റീവായി, ബിയുടെ ഫാർ ഫേസോ പോസിറ്റീവായി. പക്ഷെ ബിയുടെ മൊത്തം ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ 0 ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഓൺ ബി? സ്റ്റിൽ ഇറ്റ് ഈസ് 0. Still it is 0. Is it clear? Appo you can see that there is a separation of charge into negative and positive happening in B. B il negative charge and positive charge separated ആയി. ഇങ്ങനെ സെപ്പറേറ്റഡ് ആവാനുള്ള കാരണം എ അതിൻ്റെ സമീപത്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഈ ഒബ്സർവേഷൻ, ഈ ഫിനോമിനൻ, ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇതിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഇതിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. എ എന്ന് പറയുന്ന ചാർജ്ഡ് ബോഡി ബിയുടെ സമീപത്ത് ഇരിക്കുന്നത് കൊണ്ട് എയിൽ there is a separation of charge into positive and negative. മനസ്സിലായോ? ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്. പക്ഷെ ബിയുടെ മൊത്തം ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ 0 ആണ്. ഇനി ഞാൻ വീണ്ടും പറയുന്നു, ഇനി നമ്മുടെ ബി എന്ന് പറയുന്നത് ഇതുപോലെ വീണ്ടും ഞാൻ ഇവിടെ വെക്കുന്നു. ബി എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഇപ്പോൾ ബി എന്ന് പറയുന്നത് കണ്ടക്ടർ അല്ല, ഇപ്പൊ ഇത് ഇൻസുലേറ്റർ ആണ്. ഇതൊരു ഇൻസുലേറ്റർ ആണ്. ഇതൊരു ഇൻസുലേറ്റർ ആണെങ്കിൽ അവിടെ നടക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അല്ല. പകരം നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഫിനോമിനൻ നടക്കും. ദാറ്റ് ഈസ് നോൺ ആസ് പോളറൈസേഷൻ. പോളറൈസേഷൻ കാരണം ഈ ഭാഗമെല്ലാം വീണ്ടും നെഗറ്റീവ് ആകും, ഈ ഭാഗം വീണ്ടും പോസിറ്റീവ് ആകും. ഓക്കെ, ഇത് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേര് ഡൈഇലക്ട്രിക് എന്നാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, ഇനി ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകും. ബിക്കോസ് ദർ ഈസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫേസിങ് ഈച്ച് അതർ. ഇവിടെയും അട്രാക്ഷൻ ഉണ്ടാകും. എന്താ കാരണം? യു ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫേസിങ് ഈച്ച് അതർ. ഇപ്പൊ ഇതിലെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? പെട്ടെന്ന് നമ്മുടെ ഉത്തരം അത് ന്യൂട്രൽ ആണെന്നാണ്. ശരിയാണ്, ന്യൂട്രൽ ആയാൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. അല്ലെങ്കിൽ ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ആകണം. ന്യൂട്രൽ ആണെങ്കിൽ അട്രാക്ഷൻ നടക്കും. പക്ഷേ ആ ന്യൂട്രൽ ബോഡി ഒരു കണ്ടക്ടർ ആണെങ്കിൽ എന്താണ് നടക്കുക? ആ ന്യൂട്രൽ ബോഡി ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഒരു ഡയലക്ട്രിക് ആണെങ്കിൽ എന്താണ് നടക്കുക? കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നടക്കും. ഇൻസുലേറ്റർ ആണെങ്കിൽ പോളറൈസേഷൻ നടക്കും. ഓക്കെ,
കുട്ടികൾ ആരെല്ലാമോ ഇതെല്ലാമോ ചോദിക്കുന്നുണ്ടോ? Are you able to follow the class? Are you enjoying the class? Respond fast. Okay? ചിലർ എൻ്റെ പേരെന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ പേര് ഞാനിവിടെ എഴുതാം. You can call me GP sir. Okay, you can call me GP sir. Okay. ഞാൻ ഫിസിക്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് now it is 34 years. ഓക്കെ, വീണ്ടും ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ 2 എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തത് GB എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് GB അല്ല, GP. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ചാർജ് എന്താണെന്ന് മനസ്സിലായി. ഇനി മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്? ഇതിനകത്ത് ഞാൻ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ചാർജിങ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ബോഡി ടു അനദർ. ചാർജിങ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ബോഡി ടു അനദർ. ഒരു ബോഡിയിൽ നിന്നും വേറൊരു ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ചാർജിങ് എന്ന് പറയുന്നത്. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടോൺസിനെ മാറ്റാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി ട്രാൻസ്ഫർ ഇലക്ട്രോൺസ്. You can play with electrons. You can play tennis with electrons. But you cannot play with the protons. Why you cannot play with protons? Because protons are inside the nucleus. You need enormous amount of energy to go inside the nucleus. That is possible only with the nuclear reactions. Is it clear? So you can play with electrons. You can give electrons. You can take electrons. നേരത്തെ ഞാനത് വളരെ വിശദമായി പറഞ്ഞു. Okay? Charging is a transfer of electrons from one body to another. What are the different methods of charging? One is charging by friction. One is charging by friction. So what is charging by friction? You take two suitable bodies and rub them together. ഇങ്ങനെ രണ്ട് വസ്തുക്കൾ എടുത്ത് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്താൽ one will become positive, other one will become equally negative. One will become positive and other one will become equally negative. Why? Apply your common sense. ഇത് പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ this has lost electrons. ഇത് നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ this has gained electrons. When you rub two bodies together, there is a transfer of electrons from one body to another. രണ്ട് suitable bodies എടുത്ത് റബ്ബ് ചെയ്താൽ അവർക്കിടയിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കും. എന്താണ് ഇതിന് കാരണം? It is due to the friction between the two bodies. One will lose electrons and the other one will gain electrons. The body which loses electron will become positive and the one which gains electron will become equally negative. This method of charging is known as charging by friction. The two bodies will gain equal and opposite charges. ഇതിന് നമുക്ക് ഏതാണ് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ചാർജിങ് ബൈ കണ്ടക്ഷൻ. What is charging by conduction? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണ്? ഓൾറെഡി ചാർജ് ചെയ്ത ഒരു ബോഡി അത് കൊണ്ടുപോയി ചാർജ് ഇല്ലാത്ത ബോഡിയെ അത് കൊണ്ടുപോയി തൊടണം. തൊട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള ചാർജ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആൻഡ് ദിസ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്. ഒരു മെറ്റൽ എടുക്കുക, എന്നിട്ട് അതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കുക, എന്നിട്ട് ഒരു ചാർജ്ഡ് ബോഡി കൊണ്ടുപോയി അതിനെ തൊടുക. അപ്പോൾ ഈ ചാർജ്ഡ് ബോഡിയിലുള്ള ചാർജ് മുഴുവനും
ആ മെറ്റാലിക് കണ്ടക്ടേഴ്സിലേക്ക്, ആ മെറ്റാലിക് കണ്ടക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, മേക്കിംഗ് ഇറ്റ് ചാർജ്ഡ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ട് തൊട്ടാൽ conductor will become positively charged. Negatively charged body kondu thottal, the conductor will become negatively charged. Appo charge cheyyapetta body kondu charge illatha oru body ye thottal, charged body il ninnum charge illatha body ilekku transfer cheyyapedum. ഇത് വളരെ ഇഫക്റ്റീവായി നടക്കണമെന്നുണ്ടെങ്കിൽ ചാർജ് ഇല്ലാത്ത ബോഡി എന്തായിരിക്കണം? ചാർജ് ഇല്ലാത്ത ബോഡി ഒരു കണ്ടക്ടിങ് ബോഡി ആയിരിക്കണം. സോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബിക്കം പോസിറ്റീവ്. The one which gains electrons, receives electrons are negative charge. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഇപ്പൊ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ചാർജിങ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്താണ്? ദിസ് ഈസ് വെരി സിമ്പിൾ. നേരത്തെ പറഞ്ഞത് പ്രോസസ്സ് തന്നെയാണ്. ദാ ഇവിടെ നോക്കിക്കോളൂ. ദിസ് ഈസ് എ ചാർജ്ഡ് ബോഡി. ഇതൊരു ചാർജ്ഡ് ബോഡിയാണ്, ചാർജ് ചെയ്യപ്പെട്ട ഒരു ബോഡിയാണ്. ഓക്കെ, ഇതിന്റെ സമീപത്ത് നിങ്ങൾക്കൊരു അൺചാർജ്ഡ് ബോഡി ഉണ്ട്. ഇതൊരു മെറ്റൽ സ്ഫിയർ ആയിക്കോട്ടെ. മെറ്റൽ സ്ഫിയർ സപ്പോർട്ടഡ് ഓൺ ആൻ ഇൻസുലേറ്റർ. ഇത് മെറ്റൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ എന്ത് നടക്കണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നടക്കണം. ഇവിടെ ഈ ഭാഗം നെഗറ്റീവ് ആകും, ഈ കാണുന്ന ഈ വശം പോസിറ്റീവ് ആകും. മനസ്സിലായല്ലോ? ഇപ്പോ ഈ കാണുന്ന രണ്ടാമത്തെ ബോഡി, ഈ ബോഡി എ എന്ന് വിളിക്കുന്നു, ഈ ബോഡി ഞാൻ ബി എന്ന് വിളിക്കുന്നു. ബി ഇപ്പൊ ചാർജഡ് ആയോ? ചാർജഡ് ആയിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബോഡിയുടെ ഈ ഭാഗം എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. എർത്തിലേക്ക് കണക്ട് ചെയ്താൽ ഭൂമിയിൽ നിന്നും ഇലക്ട്രോൺസ് ഈ വയർ വഴി, ഈ എർത്ത് കണക്ഷൻ വഴി ബി ബോഡിയിലേക്ക് വരികയും ഈ കാണുന്ന ഈ പോസിറ്റീവ് ചാർജസിനെ മൊത്തം ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് വിൽ ന്യൂട്രലൈസ്. ഈ കാണുന്നതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ അവിടെ പോസിറ്റീവ് ചാർജ് ഇല്ല. മനസ്സിലായോ? അപ്പോ പോസിറ്റീവ് സൈഡ് ഇസ് കണക്റ്റഡ് ടു എർത്ത്. സോ ദാറ്റ് സൈഡ് വിൽ ലൂസ് ദ പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ്ലി. ഇനി ഞാൻ ഈ എർത്ത് കണക്ഷൻ മാറ്റുന്നു. ഞാൻ ഇവിടെ നിന്ന് ഈ എർത്ത് കണക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഞാൻ ഈ എർത്ത് കണക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ now the body B is left out with negative charge. ഇപ്പൊ ബിയിൽ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് എവിടെ പോയി? ഇറ്റ് ഈസ് ന്യൂട്രലൈസ്ഡ് when that part is connected to earth. ഭൂമിയിലേക്ക് കണക്ട് ചെയ്തപ്പോൾ അത് വാനിഷ് ചെയ്തു. Is it clear? മനസ്സിലായോ? This is charging by electrostatic induction. Okay, so we have studied 3 methods of charging. What are the 3 methods of charging? Charging by friction, charging by conduction, charging by electrostatic induction. Is it clear? Okay. Charging by friction ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് സ്ലൈഡിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. I will read it out. When 2 bodies of suitable materials are rubbed, electrons are transferred from one body to another. The body which loses electrons gets a positive charge, and the one which gains electrons get a negative charge. Positively charged body has a slight reduction in mass, and the negatively charged body has an increase in mass. രണ്ട് എക്സാമ്പിൾ ഞാൻ ഇതിന് പറയാം. When ebonite is rubbed with a flannel, ebonite is a kind of plastic. ഫ്ലാനൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പെക്ടക്കിൾസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് കിട്ടുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മേ ബി യെല്ലോ കളർ. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലാനൽ. എബണൈറ്റ് റോഡിനെ ഫ്ലാനൽ കൊണ്ട് റബ്ബ് ചെയ്താൽ ബോത്ത് എബണൈറ്റ് ആൻഡ് ഫ്ലാനൽ വിൽ ബിക്കം ചാർജ്ഡ്. എബണൈറ്റിന് ആ സമയത്ത് കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ആയിരിക്കും, ഫ്ലാനലിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആയിരിക്കും.
Ebonite will lose electrons and flannel will gain electrons. ഇതുപോലെ another example is glass and silk. Glass in a silk cloth കൊണ്ട് rub ചെയ്താൽ glass will become positive and silk will become negative. These are some of the common examples we come across in charging by friction. I think this is very, very clear. Okay? Charging by conduction. ഞാൻ നേരത്തെ പറഞ്ഞു, when a neutral body, when a neutral conductor is touched with a charged body, charge is transferred to the conductor, making it charged. Very simple based on common sense idea. Is it clear? Okay. Charging by electrostatic induction, ഞാൻ നേരത്തെ പറഞ്ഞു. Okay. When a charged body is brought near a neutral conductor, opposite polarity is induced in the near face. ഞാൻ വരച്ച് explain ചെയ്തു. And the same polarity is induced in the far face. And that is known as electrostatic induction. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? The far face is connected to earth. ഇപ്പോൾ far face എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഫേസ്, നിയർ ഫേസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലുള്ള ഫേസ്. But the far face is connected to earth. What happens? Far faceലുള്ള charge is lost. Okay? The far face, the charge on the far face is lost. അപ്പോൾ എർത്ത് കണക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ the body will have some residual charge. This is charging by electrostatic induction. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലായി നേരത്തുള്ള ഡിസ്കഷനിൽ നിന്നും. അതിനകത്ത് ഒരു പിന്നെ സംശയങ്ങൾ ഏതാനും പേര് ചോദിച്ചത്, how can you make one body, how can you know that a body is charged or not? ഒരു ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അട്രാക്ഷൻ ആണോ അതിൻ്റെ ഒരു ഷുവർ ടെസ്റ്റ്, റിപ്പൾഷൻ ആണോ അതിൻ്റെ ഒരു ഷുവർ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് റിപ്പൾഷൻ. ഇഫ് ടു ബോഡീസ് അട്രാക്ട് ഈച്ച് അതർ, വൺ മേ ബി ചാർജ്ഡ്, അതർ വൺ മേ ബി ന്യൂട്രൽ. പക്ഷെ റിപ്പൾഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ശരി, ചില കാര്യങ്ങളൊക്കെ ഞാൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. Now let us see what are the types of charge distributions. Okay, types of charge distributions എന്ന് പറയുന്നത് എന്താണ്? ഞാനത് മെൻഷൻ ചെയ്യാം. ഇതിനകത്ത് കൂടുതൽ വിശദീകരണം ഒന്നും നമുക്ക് വേണ്ട. ഒന്ന്, discrete charge distribution. എന്താണ് discrete charge distribution? A collection of point charges. What is mathematically a point? A point is something which is having no size or shape. Mathematically that is a point. അപ്പോൾ discrete charge distribution എന്ന് പറഞ്ഞാൽ a collection of point charges. Point charges ന് സൈസോ ഷേപ്പോ ഇല്ല, but they carry electric charge. ഇതൊരു mathematical concept ആണ്. Okay. രണ്ട്, continuous charge distribution. അതിനകത്ത് continuous എന്ന് പറയുമ്പോൾ the charge is continuously, without any break, it is distributed. Okay, അതിനകത്ത് എന്തെല്ലാം വരുന്നു? One is line charge. It is a one-dimensional distribution of electric charge. Charge is distributed over a line, then it is known as line charge. Surface charge, it is the two-dimensional distribution of electric charge. Charge is distributed over a surface, two-dimensional distribution. Volume charge, it is a three-dimensional distribution of electric charge. Charge is distributed inside a volume. Is it clear? So these are the three types of charge distributions. Okay. ഇനിയും അടുത്തത് types of charge densities. What are the different types of charge densities? ഇപ്പം ഞാനിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞു. ഇതിന് നമുക്ക് ചാർജ് ഡെൻസിറ്റീസ് അറിയണം. ലീനിയർ ചാർജ് ഡെൻസിറ്റി, when you have a one-dimensional distribution of charge, then there is a linear charge density. Charge per unit length is known as linear charge density. Then you have surface charge density. It is charge per unit area represented by sigma.
and the unit is Coulomb per meter square. What is linear charge density is represented by lambda. The unit is Coulomb per meter. Okay, and the third one is volume charge density. It is represented by rho. It is defined as charge per unit volume. It is Coulomb per meter cube. So these are the three types of charge densities. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ ഇതെല്ലാം ഫ്രീക്വന്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കും. Okay, lambda, sigma, rho, and the units also you should be familiar with. Now let us start with the Coulomb's law. Coulomb's law is one of the most important observations or observation in the entire electromagnetism എന്ന് എനിക്ക് പറയാം. Let us see what it is. The force of interaction between two stationary point charges. Now you know what is a point charge. The force of interaction between two stationary point charges. Q1 is one charge and Q2 is another charge, separated by a distance r. Okay, Q1 will exert a force on Q2. അതിനെ ഞാൻ F21 എന്ന് വിളിക്കുന്നു. F21 എന്ന് പറഞ്ഞാൽ it is force on second charge due to the first charge. Now Q2 will exert a force on Q1. അതിനെ ഞാൻ F12 എന്ന് വിളിക്കുന്നു. Force on the first charge due to the second charge. So how many forces are operating within the system? ഈ സിസ്റ്റത്തിൽ എത്ര ഫോഴ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ there can be two forces. എന്തെല്ലാമാണ്? It is F12 and another one is F21. Now we can see that, or from experimental observations I can say that F12 is equal to F21 is equal to F. F12 ന്റെ മാഗ്നിറ്റ്യൂഡും F21 ന്റെ മാഗ്നിറ്റ്യൂഡും തുല്യമാണ് is equal to F. And what is this magnitude എന്ന് ചോദിച്ചാൽ it is F equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. This is in vacuum or air. Is it clear? ഇനിയും ഈ ചാർജസ് ഇരിക്കുന്നത് എയർ അല്ല, ഒരു ഡയലക്ട്രിക് മീഡിയത്തിലാണ്, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലാണെങ്കിൽ ഇക്വേഷൻ ഞാനൊന്ന് മാറ്റണം. It is 1 by 4 pi epsilon 0, ഇവിടെ ഒരു K എന്ന് കാണാം. And this K is known as what? It is dielectric constant എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇതിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കാം. Okay, so the equation becomes F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square with a K in the denominator. This is in a dielectric medium. ഇതൊരു ഡയലക്ട്രിക് മീഡിയത്തിലാണ്. ഇനി Kയുടെ വാല്യൂ it is 80 for water and it is infinity for metal. മെറ്റാലിക് മീഡിയത്തിലാണ് വെക്കുന്നതെങ്കിൽ Kയുടെ വാല്യൂ 0, Kയുടെ വാല്യൂ ഇൻഫിനിറ്റി ആകും. അപ്പോൾ Fന്റെ വാല്യൂ എന്താകും? Fന്റെ വാല്യൂ will become 0. Is it clear? കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എയറിലാണെങ്കിൽ this is a force of interaction. ഡയലക്ട്രിക് മീഡിയത്തിലാണെങ്കിൽ this is a force of interaction. Okay, ഇനിയും ഒരാൾ ചോദിച്ചിരിക്കുന്നത് Kയുടെ വാല്യൂ 81 അല്ലേ? That depends upon the purity of water. So the values may vary if you make a measurement. That depends upon the conditions of water. Okay, so Coulomb's law എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. ഇവിടെ ഈ F12 എന്ന് പറയുന്ന വെക്ടർ is equal to minus of F21 ആണ്, and they act on different bodies, so they are action reaction pair. So they are action reaction pair. Is it clear? Okay, ചിലർ ചോദിച്ചിട്ടുണ്ട് questions ഉണ്ടോ എന്ന്. There are questions which we will solve. പക്ഷേ IIT നിലവാരത്തിലുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന് വേറെ ഒരു ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഞാൻ വരും. ഇവിടെ നമ്മൾ വിൽ ബി ഡിസ്കസിങ് ഫണ്ടമെന്റൽസ്. ആ ഫണ്ടമെന്റൽ ഐഡിയാസ് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള IIT ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരം നടത്തുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡയലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ഇവിടെ 1 by 4 pi epsilon 0 എന്ന് നിങ്ങൾ കണ്ടല്ലോ. എന്താണ് ഈ എപ്സിലോൺ 0? എപ്സിലോൺ 0 എന്ന് പറയുന്നത് 8.854 into 10 to the power of minus 12
coulomb square per Newton per meter square ആണ്. ഓക്കെ, ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ this is known as absolute permittivity of free space, air or vacuum. Is it clear? 1 by 4 pi epsilon 0 ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ it will come out to be 9 into 10 to the power of 9 Newton meter square per coulomb square. ഇതിനൊന്നും നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇനി കെ എന്ന് പറയുന്നത് ഈ കെയും ഡിഫറൻ്റ് ആണ്. ഇറ്റ് ഈസ് റിട്ടൺ ഡിഫറൻഷ്യലി. ഓക്കെ, അപ്പൊ കെ എന്ന് പറയുന്നതും എപ്സിലൺ ആർ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതിനെ എപ്സിലൺ ബൈ എപ്സിലൺ നോട്ട് എന്ന് എഴുതാം. എന്താണ് എപ്സിലൺ നോട്ട് എന്ന് ഞാൻ പറയാം. കെ ഓർ എപ്സിലൺ ആർ ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി or dielectric constant, where epsilon is the absolute permittivity of the medium. ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയല്ലോ. F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square എന്ന് ഞാൻ എഴുതി അല്ലേ. ഇത് ഫോർ എയർ മീഡിയം ആണ്. ഇനി വേറൊരു മീഡിയം ആണെങ്കിൽ ഞാൻ എഴുതേണ്ടത് 1 by 4 pi epsilon എന്ന് എഴുതണം. Q1 Q2 by R square എന്ന് എഴുതണം. അപ്പൊ എയർ ആണെങ്കിൽ എപ്സിലൺ 0, എയർ അല്ലെങ്കിലോ എപ്സിലൺ. ഈ എപ്സിലനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എപ്സിലൺ നോട്ട് എപ്സിലൺ ആർ എന്ന് മാറ്റി എഴുതാം. അതുകൊണ്ട് എപ്സിലൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലൺ ബൈ എപ്സിലൺ നോട്ട് എന്ന് കിട്ടും. ഇതാണ് ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എപ്സിലൺ നോട്ട് എന്താണെന്ന് മനസ്സിലായി, എപ്സിലൺ എന്താണെന്ന് മനസ്സിലായി. എപ്സിലൺ ക്യാൻ ബി റിട്ടൺ ആസ് എപ്സിലൺ നോട്ട് ഇൻറ്റു എപ്സിലൺ ആർ എന്ന് മാറ്റി എഴുതാമെന്ന് മനസ്സിലായി. എപ്സിലൺ ആർ ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇറ്റ് ഈസ് ഓൾസോ റെപ്രസെന്റഡ് ബൈ കെ വിച്ച് ഈസ് നോൺ ആസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയ കാര്യമായി ഞാൻ കണക്കാക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 equal point charges 10⁻³ coulomb each are placed 1 centimeter apart in a medium of dielectric constant K is equal to 5. Find the force of interaction between the charges. A very simple question. Okay, ഇവിടെ നിങ്ങൾക്ക് ഒരു ചാർജ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് വേറൊരു ചാർജ് ഉണ്ട്. Okay, this is 10⁻³ coulomb. This is also 10⁻³ coulomb. Okay, ഇവിടെ R is equal to 1 centimeter. Dielectric constant K is equal to 5. So what is your equation? Equation is 1 by 4 pi epsilon naught epsilon R Q1 Q2 divided by R square. 1 by 4 pi epsilon 0 the value 9 into 10 to the power of 9 divided by epsilon R in the value is 5 multiplied by Q1 is equal to Q2 is equal to 10 to the power of -3 the whole square divided by R square. R is 10 to the power of -2 the whole square. I have done the substitution. Is it clear? Now you find out the value. It's a very simple simplification. Find out the value of this. കാര്യം മനസ്സിലായില്ലേ? So the force of interaction between 2 point charges can be now calculated by applying Coulomb's law. കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി? Any doubt? Okay. ഇനി അടുത്തത്. 2 small balls each of mass m and charge q are suspended by 2 insulating threads from a common support. Find the angle made by the string with the vertical when the charges are in equilibrium. Okay? എന്താണ് നമുക്ക് ഇതൊന്ന് നോക്കാം. കുട്ടികളെ കുറച്ചുകൂടി ലെവൽ കൂട്ടണം. ചില കുട്ടികൾക്ക് അതേ ലെവൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. JEE ലെവൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. That will be in another class, not in this class. This class is purely conceptual series. Okay, അപ്പോൾ example 4. ഇതിനകത്ത് 2 small balls of each of mass m and charge q are suspended by 2 insulating threads from a common support. എന്താണ് ഈ സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഇതാണ് നമ്മുടെ സപ്പോർട്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ വെർട്ടിക്കൽ. നമ്മൾ ഇവിടെ ഒരു ചാർജ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതുപോലെ ദിസ് വിൽ കം ടു ദിസ് സൈഡ്. അപ്പോൾ ചാർജ്ഡ് ബോൾസ് ആയതുകൊണ്ട് ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. തമ്മിൽ ഇവർ റിപ്പൽ ചെയ്യും. ഓക്കെ, ഇതിൽ ചാർജ് Q ഉണ്ട്, ഇതിലും ചാർജ് Q ഉണ്ട്. ഓക്കെ, ഇതിങ്ങോട്ട് റിപ്പൽ ചെയ്യും. ദിസ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ഇതിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇതിന്റെ വെയിറ്റ് നേരെ താഴോട്ട് ആക്ട് ചെയ്യും. ആൻഡ് വെയിറ്റ് ഈസ് mg. മൂന്നാമതൊരു ഫോഴ്സ് കൂടിയുണ്ട്, ദാറ്റ് കംസ് ഹിയർ, ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ഫോഴ്സ് വിച്ച് ഈസ് ടെൻഷൻ. മനസ്സിലായോ? ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദ ത്രെഡ് വിത്ത് ദ വെർട്ടിക്കൽ ഈസ് തീറ്റ. ഓക്കെ, തീറ്റയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ we need some results from our mechanics. ഓക്കെ, എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ടെൻഷനെ ഞാൻ റിസോൾവ് ചെയ്യണം. ടെൻഷനെ ഞാൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കോമ്പണൻസ് കിട്ടും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ ഇസ് ഓൾസോ ഈക്വൽ ടു തീറ്റ. സോ ദിസ് വിൽ ബി ടി കോസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി ടി സൈൻ തീറ്റ. ഈ ചാർജ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഈ ആംഗിൾ തീറ്റ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ ദിസ് ആംഗിൾ തീറ്റ എന്താണെന്നാണ് ചോദിച്ചത്. ഇക്വിലിബ്രിയത്തിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. മൂന്ന് ഫോഴ്സുകൾ അതിൽ ഒരേ സമയം ആക്ട് ചെയ്യുന്നുണ്ട്. റിസൾട്ടന്റ് ഓഫ് ഓൾ ദ ത്രീ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ ചാർജ് ദിസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഐ കൻ സേ ദാറ്റ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും 0 ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? FE ആയിരിക്കണം. ശരിയല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലല്ലേ റിസൾട്ടന്റ് 0 ആവുകയുള്ളൂ. അതുപോലെ ഈ രണ്ടുപേരും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. അപ്പൊ ഞാൻ അടുത്തതായിട്ട് എഴുതും ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു mg. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. If you divide the first equation with the second equation, you get tan theta is equal to എന്ത് കിട്ടുന്നു? FE divided by mg എന്ന് കിട്ടും. മനസ്സിലായോ? This is the angle made. So theta is equal to എന്തായിരിക്കണം? Tan inverse FE divided by mg. Tan theta is equal to FE divided by mg. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഫോഴ്സുകൾ അവിടെ മാർക്ക് ചെയ്തു, ടെൻഷനെ ഞാൻ റിസോൾവ് ചെയ്തു ഇൻടു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് 0 എന്നെടുത്തു, വെർട്ടിക്കൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് 0 എന്നെടുത്തു. രണ്ട് ഇക്വേഷനെ പരസ്പരം ഡിവൈഡ് ചെയ്തു. ഐ ഗോട്ട് ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് ഹൗ വി സോൾവ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ചില കുട്ടികൾക്കൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡ് ക്ലാസ്സും ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഡോണ്ട് വറി. ഇത് പൂർണ്ണമായും ഒരു കൺസെപ്ച്വൽ സീരീസ് ആണ്. ഒരാളും നിരാശരാകില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലവാരം എന്താണോ ആ നിലവാരത്തിൽ നമ്മൾ ചോദ്യങ്ങളുമായിട്ട് വരും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ശരി, ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാം. ഇത് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് മാറ്റി. ഇഫ് ദ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് സെയിം ഇൻ എയർ ആൻഡ് ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം, എയർ മീഡിയത്തിലും ഇൻസുലേറ്റിംഗ് മീഡിയത്തിലും ദ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ് ഈസ് സെയിം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ചാർജാണ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഇത് Q1 ആണ്, ഇത് Q2 ആണ്. ഈ സെപ്പറേഷൻ R1 ആണ്. ഇപ്പൊ ഇത് എയർ മീഡിയമാണ്. ഓക്കെ, ഇതേ ചാർജുകൾ തന്നെയാണ് വീണ്ടും ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് അനദർ സെപ്പറേഷൻ R2. ഇത് ഏതോ ഒരു മീഡിയമാണ്.
ഇതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണ്. ഇവിടുത്തെ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനും എന്ന് പറഞ്ഞാൽ എഫ് എയറും ഇവിടുത്തെ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ അതായത് എഫ് മീഡിയമും ഇത് രണ്ടും തുല്യമാണ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. Two charges are located. Okay, the two charges are located in air medium at a separation of R1. The same two charges are located in a dielectric medium at another separation R2. Now, what is the condition given in the physical situation? The force of interaction between the two charges is the same. എന്ന് പറഞ്ഞാൽ എഫ് എയർ ഈസ് ഈക്വൽ ടു എഫ് മീഡിയം എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു എന്ന കണ്ടീഷൻ കൊടുത്തിരിക്കുന്നു. എഫ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 Q2 by 4πε0 by R air square. R air എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ മീഡിയത്തിൽ ഉള്ള സെപ്പറേഷൻ ആണ് R air എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ R മീഡിയം എന്നും വിളിക്കാം. അപ്പൊ Q1 Q2 divided by 4πε0 R air square എന്ന് പറയുന്നതാണ് എഫ് എയർ. മീഡിയത്തിലെ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്താണ്? Q1 Q2 divided by 4πε0 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K into R മീഡിയം സ്ക്വയർ. കാര്യം മനസ്സിലായോ? Is it clear? അപ്പൊ ഈ രണ്ട് ഫോഴ്സുകൾ തുല്യമാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ Q1 Q2 can be cancelled. 4πε0 can be cancelled. അവസാനം എന്ത് ബാക്കി വരും? R air square is equal to R medium square എന്ന് കിട്ടും. എന്ത് ബാക്കി വരും? R air square is equal to K times R medium square എന്ന് കിട്ടും. റൂട്ട് എടുത്താൽ R air is equal to root of K times R medium എന്ന് കിട്ടും. R air is equal to R medium into root K എന്ന് കിട്ടി. മനസ്സിലായോ? ഇതിനെ പ്രോബ്ലം സോൾവിങ്ങിൽ ഒരു വ്യത്യാസമുണ്ട്, ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. R air is called the equivalent air separation corresponding to the dielectric separation R medium. R medium എന്ന് പറയുന്ന ദൂരം it is in the dielectric medium, insulating medium. R മീഡിയത്തിലുള്ള സെപ്പറേഷൻ R മീഡിയം ആണെങ്കിൽ മീഡിയത്തിലുള്ള അതേ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എയറിൽ എത്ര ദൂരത്തിൽ വെക്കണം? R മീഡിയം ഇൻറ്റു റൂട്ട് കെ ദൂരത്തിൽ വെക്കണം. അപ്പൊ R മീഡിയത്തിന് തത്തുല്യമായ എയർ സെപ്പറേഷൻ ആണ് R എയർ. R മീഡിയത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള എയർ സെപ്പറേഷൻ ആണ് R എയർ ഇസ് ഈക്വൽ ടു R മീഡിയം ഇൻറ്റു റൂട്ട് ഓഫ് കെ. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇൻ സോൾവിങ് സർട്ടൻ പ്രോബ്ലംസ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. സോ R medium can be replaced with the R air, where R air is equal to R medium into root of K. അല്പം ചിന്തിക്കണം. R medium can be replaced by R air, where R air is equal to R medium into root of K. R air is known as equivalent air separation corresponding to the dielectric separation R medium. Okay, ശരി. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. When a dielectric slab, ഒരു situation, when a dielectric slab of thickness T and dielectric constant K is inserted between two point charges, the force of interaction between them is given by. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിക്കേ. You have a charge Q1, you have another charge Q2, and these two are separated by a distance R. പക്ഷേ there is a problem. എന്താണ് പ്രോബ്ലം? ഈ Q1 മുതൽ Q2 വരെയുള്ള ഈ മീഡിയത്തിന് നടുവിലായി അല്ലെങ്കിൽ ഇടയിലായി ഞാൻ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ചിരിക്കുന്നു, ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നു. അതിന്റെ തിക്നെസ് T ആണ്, അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ്. അപ്പോ Q1 മുതൽ Q2 വരെയുള്ള 6 ദൂരം പൂർണ്ണമായും എയർ ആണെന്ന് ചോദിച്ചാൽ അല്ല. ആണോ? അല്ലല്ലോ.
Q1 മുതൽ Q2 വരെയുള്ള ദൂരം പൂർണ്ണമായും എയർ ആണെന്ന് ചോദിച്ചാൽ അല്ല. എയർ സെപ്പറേഷൻ ആണോ Q1 മുതൽ Q2 വരെയുള്ളതല്ലോ. നടുവിലൊരു പീസ് ഓഫ് ഇൻസുലേറ്റർ ഉണ്ട്. അതൊരു പീസ് ഓഫ് മൈക്ക ഷീറ്റ് ആകാം. അതിന്റെ തിക്നെസ് ടി ആണ്, അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ്. ഇപ്പോൾ എന്താണ് Q1 ഉം Q2 ഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ? ഇപ്പൊ സ്റ്റാൻഡേർഡ് കൂടിയോ? ഇനിയും കൂട്ടാം. അപ്പൊ Q1 ഉം Q2 ഉം തമ്മിലുള്ള സെപ്പറേഷനിൽ നടുവിൽ ഒരു മെറ്റീരിയൽ ഉണ്ട് ഓഫ് തിക്നെസ് T, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K. ഇപ്പോ ഹൗ വിൽ യു calculate the force of interaction between these two charges? ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇന്ററാക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, കുളൂംസ് ലോ അപ്ലൈ ചെയ്യണം. പക്ഷെ അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ടെന്നറിയാമോ? ഈ മീഡിയം ഹോമോജീനിയസ് അല്ല, മീഡിയം കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസിലെ ഒരു മീഡിയം അല്ല. എയർ മീഡിയത്തിന് നടുവിൽ നമുക്ക് ഒരു ഇൻസുലേറ്ററിന്റെ പീസ് ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് അവിടുന്ന് എടുത്തു മാറ്റി അതിന് തുല്യമായ എയർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ T തിക്നെസ് ഉള്ള ഇൻസുലേറ്റർ അവിടെ നിന്ന് എടുത്തു മാറ്റി T തിക്നെസ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള എയർ സെപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? R എന്ന് പറയുന്ന ദൂരത്തിൽ നിന്നും T എടുത്തു കളയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? T എടുത്തു കളഞ്ഞു. Tക്ക് തുല്യമായ എയർ സെപ്പറേഷൻ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പ്ലസ് T√K. Tക്ക് തുല്യമായ എയർ സെപ്പറേഷൻ T√K ആണെന്ന് ഞാൻ മുന്നിലെ സ്ലൈഡിൽ പറഞ്ഞല്ലോ. അപ്പൊ ആറിൽ നിന്ന് T എടുത്തു കളഞ്ഞു, എന്നിട്ട് Tക്ക് തുല്യമായ എയർ സെപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറി? R മൈനസ് T എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ R മൈനസ് T, എയർ സെപ്പറേഷൻ കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ T√K കൂടെ ചേർത്ത് എഴുതി. അപ്പൊ എന്റെ ദൂരം ഇപ്പൊ എങ്ങനെയായിട്ട് മാറി? R മൈനസ് T പ്ലസ് T√K എന്ന് മാറി. നൗ യു ക്യാൻ അപ്ലൈ കുളൂംസ് ലോ. കാരണം ഞാൻ ഡയലക്ട്രിക് എടുത്ത് മാറ്റി, ഡയലക്ട്രിക്കിന്റെ തിക്നെസ് എന്താണോ അതിന് തുല്യമായിട്ടുള്ള എയർ സെപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പൊ മൊത്തം എയർ ആയി. ഇപ്പൊ എന്താണ് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ? F is equal to Q1 Q2 divided by 4 pi epsilon 0 into R minus T plus T√K the whole square. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നിപ്പോ കൃത്യമായിട്ട് മനസ്സിലായോ? മനസ്സിലാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കുക കൂടെ വേണം. നമ്മൾ കേൾക്കുന്നത് സിനിമ കഥയല്ല, ഫിസിക്സ് ആണ്. അപ്പോ കേൾക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. പിടിയോ? ഓക്കെ. അപ്പോ ഇത്തരത്തിൽ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 2 charges 2 microcoulomb each are separated. നോക്കൂ, 2 charges 2 microcoulomb each are separated by a distance of 5 centimeter in air medium. A dielectric slab of thickness 1 centimeter, dielectric constant 4 is inserted normal to the line joining the charges. What is the force of interaction between the charges? നേരത്തെ പറഞ്ഞ ഈ സിറ്റുവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ എഴുതിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? ചാർജിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 2 microcoulombs. സെപ്പറേഷൻ 6 കിട്ടി. എത്ര സെപ്പറേഷൻ? 5 സെന്റിമീറ്റർ. ഓക്കെ. ഡയലക്ട്രിക് സ്ലാബിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? 4. അതിന്റെ തിക്നെസ് എത്രയാണ്? 1 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. F is equal to 1/4 pi epsilon 0. രണ്ട് ചാർജസും തുല്യമായത് കൊണ്ട് Q സ്ക്വയർ R മൈനസ് T പ്ലസ് T√K the whole square. 1/4 pi epsilon 0 ന്റെ വാല്യൂ 9 into 10 to the power of 9 multiplied by Q square ന്റെ വാല്യൂ 2 into 10 to the power of minus 6 the whole square. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ R ന്റെ വാല്യൂ എത്രയാണ്?
5 മൈനസ് ടിയുടെ വാല്യൂ എത്രയാണ് 1 പ്ലസ് 1 ഇൻറ്റു √4 ദ ഹോൾ സ്ക്വയർ. ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻2 മീറ്റർ. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് 10⁻⁻2 മീറ്റർ ഉണ്ട്. അതിന് പുറത്തെടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് 10⁻⁻4. അപ്പോൾ ദിസ് ഈസ് 9 ഇൻറ്റു 10⁻⁹ മൾട്ടിപ്ലൈഡ് ബൈ 4 ഇൻറ്റു 10⁻⁻12 ഡിവൈഡഡ് ബൈ 5 മൈനസ് 1 ഈസ് 4. 4 പ്ലസ് ഇതിൻ്റെ വാല്യൂ എന്താണ് 4 പ്ലസ് √4. അപ്പോൾ ഇത് 5 മൈനസ് 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 10⁻⁻4. ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഞാൻ കൃത്യമായിട്ട് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞു തന്നു. ഉത്തരം കണ്ടുപിടിച്ച് എന്നോട് പറയുക. ഓക്കെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ഇതിൻ്റെ കോണ്ടെക്സ്റ്റും ഇത് വന്നാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ദ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എനി ടു ചാർജസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് the presence of third charge nearby. എന്താണ് ഇതിന്റെ മീനിങ്? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q1, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q2, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q3. Q1ഉം Q2ഉം തമ്മിൽ there is a force. അതെന്താണ് F1. Q2ഉം Qഉം തമ്മിൽ there is a force. അതെന്താണ് F2. Q3യും Qഉം തമ്മിൽ there is a force. അതെന്താണ് F3. ഫോഴ്സുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. Between Q1 and Q it is F1, between Q2 and Q it is F2, between Q3 and Q it is F3. ഇനി ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? Q1ഉം Qഉം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ is not affected by the presence of Q2 or Q3. Q1ഉം Qഉം തമ്മിലുള്ള ഇതും തമ്മിലുള്ള ഫോഴ്സ് F1 ആണ്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഇവർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരിക്കലും മാറുകയോ സ്വാധീനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. The force of interaction between any two bodies is not affected by the presence of another charge nearby. ഇപ്പൊ Q1ഉം Qഉം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ F1 ആണ്. Q2 അടുത്തിരുന്നത് കൊണ്ടോ Q3 അടുത്തിരുന്നത് കൊണ്ടോ Q1ഉം Qഉം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനായി F1, അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. ഇതിനെയാണ് ഞാൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ളത് കൊണ്ട് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ സമീപത്തിരിക്കുന്ന മറ്റ് ചാർജുകൾ കാരണം സ്വാധീനിക്കപ്പെടാത്തത് കൊണ്ട് the net charge on this body, the net charge on Q can be written as F is equal to F1 plus F2 plus F3 എന്ന് എഴുതാം. F is equal to F1 plus F2 plus F3 എന്ന് എനിക്ക് എഴുതാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എനി ടു ചാർജസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അനദർ ചാർജ് നിയർ ബൈ. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എ തേർഡ് ചാർജ് ഒരു അനദർ ചാർജ് നിയർ ബൈ. അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇക്വേഷൻ ശരിയായത്. ദിസ് ഈസ് ആക്ച്വലി എ കോൺസിക്വൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഇതാണോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ? അല്ല. F is equal F1 plus F2 plus F3 എന്ന് പറയുന്നതാണോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് ചോദിച്ചാലല്ല, ഒരിക്കലുമല്ല. ദിസ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. എന്നാൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഈ ചാർജിലുള്ള നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ വെക്ടർ സം എടുത്താൽ മതി. വെക്ടർ സം എടുക്കേണ്ട വിധം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ശരി. ഇനി ഒരു ചോദ്യം. 4 equal charges are kept at the corners of a square of side A. What is the net force on a charge kept at any corner? Okay, ഇത് എന്താണ്? ഇത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, സ്ക്വയറിന്റെ ഓരോ കോർണറിലും ഓരോ ചാർജ് ഉണ്ട്. സ്ക്വയറിന്റെ
ഓരോ കോർണറിലും ഓരോ ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ഹിയർ യു ഹാവ് എ ചാർജ്, ഹിയർ യു ഹാവ് എ ചാർജ്, ഹിയർ യു ഹാവ് എ ചാർജ്. ഇത് 1. ഓക്കെ, ഒന്നാമത്തെ ചാർജ്, രണ്ടാമത്തെ ചാർജ്, മൂന്നാമത്തെ ചാർജ്, നാലാമത്തെ ചാർജ്. ഓക്കെ, എല്ലാം ഈക്വൽ ചാർജസ് ആണ്, എല്ലാം ഈക്വൽ ചാർജസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിലുള്ള ചാർജിലെ നെറ്റ് ഫോഴ്സ് കാണാനാണ് പറഞ്ഞത്. അതിന് എന്ത് ചെയ്താൽ മതി? ഒരു കോർണർ ചൂസ് ചെയ്യുക. നമുക്ക് 4ാമത്തെ കോർണർ എടുക്കാം. അപ്പൊ 4ാമത്തെ കോർണറിൽ ഇരിക്കുന്ന ചാർജിനെ 1ാമത്തെ ചാർജ് റിപ്പൽ ചെയ്യും ഈ ഡയറക്ഷനിൽ. ഇത് F1. ഓക്കെ, അതുപോലെ 4നെ 3 റിപ്പൽ ചെയ്യും. ഇതോ F3. അതുപോലെ 4നെ 2 റിപ്പൽ ചെയ്യും. ഇതാ ഈ വരച്ചിരിക്കുന്നത് കണ്ടോ, ഇത് F2. അപ്പോ 4ാമത്തെ ചാർജിൽ എത്ര ഫോഴ്സുകൾ ഇപ്പോഴുണ്ട്? F1 ഈസ് ദർ, F2 ഈസ് ദർ ആൻഡ് F3. ഇതിൽ F1 ഈസ് ഈക്വൽ ടു F3 ആണ്. ഇതിന്റെ സൈഡ് നമുക്ക് A എന്ന് എടുക്കാം, ഈ സൈഡ് A എന്ന് എടുക്കാം, ഈ സൈഡ് A എന്ന് എടുക്കാം. അപ്പൊ ഈ സൈഡ് എന്തായിരിക്കണം? A√2. മനസ്സിലാകുന്നുണ്ടോ? ഇനി F1ഉം F3യും തമ്മിലുള്ള റിസൾട്ടന്റ് F13 എന്ന് എടുക്കുക. F13 എന്ന് പറയുന്നത് എന്താണ്? ഇത് റിസൾട്ടന്റ് ഓഫ് F1 ആൻഡ് F3 ആണ്. മനസ്സിലാകുന്നുണ്ടോ? What is the angle between F1 and F3? Angle between F1 and F3 is 90 degree. മാത്രമല്ല F1 is equal to F3 in magnitude. അതുകൊണ്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നറിയാമോ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് F1√2 ആയിരിക്കും. F1√2 ആയിരിക്കും. മനസ്സിലാവും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് F1√2 ആണ്. എന്തുകൊണ്ടാണ്? F1 ഈസ് ഈക്വൽ ടു F3 ആണ്. അപ്പൊ റിസൾട്ടന്റ് എന്തായിരിക്കണം? √(f1² പ്ലസ് f3² പ്ലസ് 2f1 f3 cos θ. cos θ എന്ന് cos 90. അപ്പൊ F13 എന്തായിരിക്കും? F√2. ശരിയാണോ? ഇനി F1ന്റെ വാല്യൂ എന്താണ്? 1/4πε0 into q²/a², this multiplied by √2. Is it clear? ഇനി നിങ്ങൾക്ക് F2 കാണാൻ പറ്റുമോ? F2ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെയാണ് 2ാമത്തെ ചാർജ്, ഇവിടെയാണ് 4ാമത്തെ ചാർജ്. തമ്മിലുള്ള ദൂരം A√2 ആണ്. ദൂരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ F2ന്റെ ഇക്വേഷൻ? 1/4πε0 q² ഡിവൈഡഡ് ബൈ 2ഉം 4ഉം തമ്മിലുള്ള ദൂരം A√2. A√2 the whole square. So this is 1/4πε0 into q² divided by 2a² എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പൊ F1 ഞാൻ എന്താണെന്ന് എഴുതി, F3 എന്താണെന്ന് എഴുതി, 1ന്റെയും 3ന്റെയും റിസൾട്ടന്റ് എന്താണെന്ന് എഴുതി, F2 എന്താണെന്ന് എഴുതി. ഇനിയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. F3യും F1ഉം ഈക്വൽ ആണ്. അവരുടെ റിസൾട്ടന്റ് ഏത് ഡയറക്ഷനിൽ വരുമെന്ന് ചോദിച്ചാൽ F3യുടെയും F1ന്റെയും തമ്മിലുള്ള ആംഗിൾ ഏതാണ്? 90 ഡിഗ്രി. അതിന്റെ ബൈസെക്ടറിലൂടെ വരും എന്ന് പറഞ്ഞാൽ ഇതാണ് ആരുടെ ഡയറക്ഷൻ? ഇതാണ് F13യുടെ ഡയറക്ഷൻ. എന്തുകൂടെ ആ ഡയറക്ഷനിലൂടെ വന്നു? ബിക്കോസ് F1 ഈസ് ഈക്വൽ ടു F3. F1 ഈസ് ഈക്വൽ ടു F3. Is it clear? അവർ ഒരാൾ F2 ഈസ് ഈക്വൽ ടു F13 എന്ന് എഴുതി അല്ലേ? വരാം. അപ്പൊ നമുക്ക് F1 എന്താണെന്ന് എഴുതി, F3 എന്താണെന്ന് എഴുതി, F13 എന്താണെന്ന് എഴുതി, F2 എന്താണെന്ന് എഴുതി. ഇപ്പൊ നിങ്ങൾക്ക് F2ഉം അതുപോലെ തന്നെ F13യും
ഒരേ ഡയറക്ഷനിലാണെന്ന് മനസ്സിലായില്ലേ? ബിക്കോസ് F2നെ സംബന്ധിച്ച് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡിങ് ദ റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ്. എവിടെ പഠിച്ചു? ഇൻ വെക്ടേഴ്സ്. ഇപ്പൊ വെക്ടേഴ്സിന്റെ അപ്ലിക്കേഷൻ ആണിത്. അല്പസ്വല്പം വെക്ടേഴ്സ് അറിയില്ലേ? അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും റിസൾട്ടന്റ് ഇനി എങ്ങനെയാ കാണേണ്ടത്? ഫൈനൽ റിസൾട്ടന്റ് ഈസ്, എന്താണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ടന്റ്? ഫൈനൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു F13 പ്ലസ് F2 ആണ്. ബിക്കോസ് ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, F13 എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു Q സ്ക്വയർ ഡിവൈഡഡ് ബൈ A സ്ക്വയർ ഇൻറ്റു √2 പ്ലസ് 1/4πε0 ഇൻറ്റു Q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2A സ്ക്വയർ. ഓക്കെ, രണ്ടും കൂടെ കൂട്ടി എഴുതുക. കോമൺ ഫാക്ടേഴ്സ് വെളിയിലെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റാഷണലൈസ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോം ഓഫ് ദ ആൻസർ ഗിവൺ ഇൻ ദ ചോയ്സ്. അപ്പൊ ഇതിന്റെ പിന്നിലെ പ്രിൻസിപ്പിൾ മനസ്സിലായോ? ഞാനിവിടെ ഇതിന്റെ കാൽക്കുലേഷൻ പാർട്ടൊന്നുമല്ല നമ്മളിനകത്ത് ഫോക്കസ് ചെയ്തത്. നമ്മളിനകത്ത് ഫോക്കസ് ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വി ആർ ഫോക്കസിങ് ഓൺ ദ കൺസെപ്റ്റ് ക്ലാരിറ്റി ഓഫ് ദ ഫിസിക്കൽ സിറ്റുവേഷൻ. മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ബാക്കി ഇറ്റ് ഈസ് അപ് ടു യു ടു സോൾവ്. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ്. വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്? The region surrounding a charge or a charge distribution where electric force of attraction or repulsion can be experienced is called electric field. Electric field at a point is defined in terms of a vector function E called intensity or strength of electric field. E at a point is the force experienced by unit positive test charge kept at the point. 3 points ആയിട്ട് ഇവിടെ പറയും. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഞാനൊരു ചാർജ്ഡ് ബോഡി ആണെങ്കിൽ എന്റെ ചുറ്റുമുള്ള പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ടാവും. എന്താണ് പ്രത്യേകത? വേറൊരു ചാർജോ ഒരു ചാർജ്ഡ് ബോഡിയോ ആ റീജിയണിലേക്ക് കടന്നു വന്നാൽ the second body will experience a force of attraction or force of repulsion. ആ region is known as electric field. ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലെയാണെന്ന് ചോദിച്ചാൽ അല്ല. എന്റെ അടുത്തു വന്നാൽ യു വിൽ എക്സ്പീരിയൻസ് മാക്സിമം ഫോഴ്സ്. നിങ്ങൾ അകലെ നിന്നാൽ യു വിൽ എക്സ്പീരിയൻസ് എ ഫീബിൾ ഫോഴ്സ്, എ വീക്ക് ഫോഴ്സ്. അപ്പൊ എന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്വാധീനം സ്പേസിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. എന്റെ അടുത്ത് വളരെ സ്ട്രോങ് ആണ്, എന്നിൽ നിന്ന് അകലെയാണെങ്കിലോ അത് വീക്കാണ്. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രത, സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി. അതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ സ്ട്രെങ്ത് കണ്ടുപിടിക്കേണ്ടത് അവിടെ യു കീപ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. 1 കുളൂം ഓഫ് ചാർജ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കേണ്ടടുത്ത് വെക്കുക. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് the intensity of the electric field at that point. ഇതാണ് ഐഡിയ. അപ്പൊ അടുത്തുള്ളൊരു പോയിന്റിലെ ഇന്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ യൂണിറ്റ് ചാർജ് വെക്കണം, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കണം. ദൂരെയുള്ള ഒരു പോയിന്റിലെ ഇന്റൻസിറ്റിയാണ് കാണേണ്ടതെങ്കിലോ അവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കണം. അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് യഥാർത്ഥത്തിൽ ആ പോയിന്റിലെ ഇന്റൻസിറ്റി ഓർ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്. ഈ ഒരു വെക്ടർ ആണ്. ഇ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് കൊണ്ട് ഇ ഈസ് ഈക്വൽ ടു F/Q എന്ന് എനിക്ക് എഴുതാം. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇതാണ് ഇതിന്റെ പിന്നിലെ ഐഡിയ. ഇനി ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കെപ്റ്റ് അറ്റ് ദ പോയിന്റ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു +1 കുളൂമാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു ഇവിടെ വെക്കേണ്ടത് +1 കുളൂം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? ഈ 1 കുളൂം ഓഫ് ചാർജ് എന്ന് പറയുന്നത്
It is an enormous amount of charge. മനസ്സിലായോ? 1 coulomb എന്ന് പറയുന്നത് it is an enormous amount of charge. അത്രയും ചാർജ് കൊണ്ടുവരാനോ അവിടെ വെക്കാനോ നമുക്ക് കഴിയില്ല. കാരണം ഈ 1 coulomb ചാർജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ഇവിടുന്ന് തെറിച്ചു പോകും. Because this itself is a large amount of charge. 1 coulomb of charge എന്ന് പറയുന്നത് is a huge amount of charge. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ we come across charge in micro coulombs or milli coulombs or nano coulombs. ചെറിയ ചെറിയ ചാർജുകൾ മാത്രമേ, ചെറിയ ക്വാണ്ടിറ്റീസ്, മൈക്രോ അല്ലെങ്കിൽ നാനോ അല്ലെങ്കിൽ മില്ലി, ഈ അളവിലുള്ള ചാർജസ് ആണ് we come across in our day to day life. Coulombs കണക്കിന് ചാർജ് we will never come across in our day to day normal physical activities. അത്രയും ചാർജ് ഒക്കെ ഉണ്ട്. ഇൻ എ ലൈറ്റ്നിങ്, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അത്രയും ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അതുകൊണ്ട് ഇത്രയും 1 coulomb കൊണ്ടുവരില്ല. പക്ഷെ ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെ പറയും. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് Q0 അവിടെ കൊണ്ടുവരും. ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് Q0 അവിടെ കൊണ്ടുവരും. Q0 കൊണ്ടുവന്നതിന് ശേഷം Q0ലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? Q0ലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F ആണെങ്കിൽ F ഡിവൈഡഡ് ബൈ Q0 is a force acting on unit charge and that is defined as the electric field intensity. മനസ്സിലായല്ലോ? And that is defined as the electric field intensity. Is it clear? കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ശരി. ഇനിയും ഇതിന്റെ ഒരു റിവേഴ്സ് ലോജിക് പറയാം. ശ്രദ്ധിച്ചോളൂ. If a charge Q is located, if a charge Q is located in a uniform electric field E, then force on it is F is equal to Q into E. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം E is equal to എന്താണ്? F divided by Q ആണ്. ഇത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? F is equal to Q into E. ഇതിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് F is equal to Q into വെക്ടർ E എന്ന് കിട്ടും. ഇപ്പൊ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈയുടെ ഡയറക്ഷൻ എന്താണോ അതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഈയുടെ ഡയറക്ഷൻ എന്താണോ അതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനിയും ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ Q ഷുഡ് ബി പോസിറ്റീവ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എഫും ഇയും ഒരേ ഡയറക്ഷനിലാണ്. ഇനി ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഫോർ എ നെഗറ്റീവ് ചാർജ് നിങ്ങൾ എങ്ങനെ എഴുതും? ഫോർ എ നെഗറ്റീവ് ചാർജ് F is equal to minus Q into E എന്ന് എഴുതും. Is it clear? ഇപ്പൊ ഇവിടെ എഫും ഇയും they are in opposite direction. Is it clear? Okay. ഇനി ഞാൻ കുറെ കാര്യങ്ങള് വിതൗട്ട് എനി ഡെറിവേഷൻസ് ഇല്ലാതെ ചില റിസൾട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുക. ഓക്കെ, JEE ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്തരം റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് പല സംശയങ്ങളും ഉണ്ടായത് എങ്ങനെ കിട്ടി, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേറൊരു ക്ലാസ് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? The electric field at P due to a point charge Q is given by E is equal to 1 by 4 pi epsilon 0 Q divided by R square. Derivation you can derive it. ഇനി ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അവേ ഫ്രം പോസിറ്റീവ് ചാർജ്. P എന്ന് പറയുന്ന പോയിന്റിൽ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ the direction of electric field is away from the positive charge. Okay, negative charge ആണെങ്കിൽ direction of electric field is towards negative charge. അപ്പൊ പോസിറ്റീവ് ചാർജിന്റെ പരിസരത്തുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് away. നെഗറ്റീവ് ചാർജിന്റെ പരിസരത്തുള്ള പോയിന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് towards. ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. Is it clear? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഈ കാണുന്നതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനിയും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, അതിന്റെ ഡിപ്പെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കേ. E is equal to 1 by 4 pi epsilon 0 Q by R square എന്ന് പറഞ്ഞാൽ E is proportional to 1 by R square.
ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പോൾ അതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. ഈ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ഈ പ്രൊപ്പോർഷണൽ ടു 1/r². ഇതൊരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നൾ പോയിന്റ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഈ നൾ പോയിന്റ്സ്? ദ പോയിന്റ്സ് വെയർ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is 0 due to a charge configuration are called null points. The points where resultant electric field intensity due to a charge configuration are called null points. ഒന്നിലധികം ചാർജ് ഉണ്ടെങ്കിൽ ഒരു പോയിന്റിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവാനുള്ള സാധ്യതയുണ്ട്. ഒന്നിലധികം ചാർജസ് ഉണ്ടെങ്കിൽ, ഒരു ചാർജ് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ, സ്പേസിലെ ഒരു പോയിന്റിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവാനുള്ള സാധ്യതയുണ്ട്. 0 ആകുന്ന പോയിന്റുകളെ ഞാൻ എന്ത് പേര് വിളിക്കും? നൾ പോയിന്റുകൾ എന്ന് വിളിക്കും. Is it clear? Yes. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് നൾ പോയിന്റ്. എങ്ങനെ നൾ പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം? നൾ പോയിന്റുകൾ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫോർ എ പെയർ ഓഫ് പോയിന്റ് ചാർജസ്. ഫോർ എ പെയർ ഓഫ് പോയിന്റ് ചാർജസ്. ഫോർ എ പെയർ ഓഫ് ലൈക്ക് ചാർജസ് എന്ന് പറയാൻ രണ്ടും പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പോസിറ്റീവ് ചാർജ്. For a pair of like charges, null point is on the line joining the charges inside and near the smaller charge. എന്താണ് ഇതിന്റെ മീനിങ്? So you have a positive charge plus Q1, you have another positive charge plus Q2. Q1 ആണ് Q2വിനേക്കാളും വലുത്. വലിയ ചാർജ് Q1 ആണ്, ചെറിയ ചാർജ് Q2 ആണ്. വലിയ ചാർജ് Q1 ആണ്, ചെറിയ ചാർജ് Q2 ആണ്. ഇത് ലൈക്ക് ചാർജസ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. എങ്കിൽ എവിടെയാണ് നൾ പോയിന്റ് എന്ന് ചോദിച്ചാൽ, 2 ചാർജുകൾക്ക് നടുവിലായി ചെറിയ ചാർജിന്റെ അടുത്ത്. ഇപ്പൊ ചെറിയ ചാർജ് ഏതാ? Q2. അടുത്തെന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ എടുത്തു. എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് നൾ പോയിന്റ്. അപ്പൊ എന്ന് പറയുന്ന നൾ പോയിന്റിൽ പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് വലതുഭാഗത്തേക്കും, പ്ലസ് Q1 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കും, പ്ലസ് Q2 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇടതുഭാഗത്തേക്കും ഉണ്ടാകും. ബിക്കോസ് യു നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് ഓൾവേസ് അവേ ഫ്രം ദ ചാർജ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും പോയോ? ആർ യു സ്ലീപ്പിംഗ്? ആർ യു ഏബിൾ ടു ഫോളോ? റെസ്പോണ്ട്. ഓക്കെ, so Q1 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് is E1, Q2 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് is E2. E1 and E2 are in opposite direction. എവിടെ? N എന്ന് പറയുന്ന പോയിന്റിൽ E1 and E2 are in opposite direction. E1 and I2 are in opposite direction. If E1 is equal to E2, then point N is called a null point. E1 is equal to E2 ആണെങ്കിൽ point N is known as null point. അപ്പോൾ null pointൽ E1 and E2 are in opposite direction. Is it clear? നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ E1 and E2 are in opposite direction at null point. ഓക്കെ, എങ്കിൽ ഈ R1 എന്ന് പറയുന്ന ഡിസ്റ്റൻസും അതുപോലെ R2 എന്ന് പറയുന്ന ഡിസ്റ്റൻസും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ നൾ പോയിന്റിന്റെ ദൂരം ഫ്രം Q1 ഈസ് R1. ഇവിടെ എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? നൾ പോയിന്റിന്റെ ദൂരം, നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ N ആണ് അല്ലേ? ഈ എന്നിന്റെ ദൂരം ഫ്രം Q1 എത്രയാണ്? R1. എന്നിന്റെ ദൂരം ഫ്രം Q2 എത്രയാണ്? R2. സോ N is at a distance of R1 from Q1, N is at a distance of R2 from Q2. എങ്കിൽ ഈ R1ഉം R2ഉം കാണാനുള്ള ഒരു എളുപ്പവഴി, R1 is equal to R into root of Q1 divided by root of Q1 plus Q2. R2 is equal to R into root of Q2 divided by Q1 plus Q2. അപ്പോൾ ഇവിടെ R1 ആണ് വരുന്നതെങ്കിൽ ഇവിടെ റൂട്ട് ഓഫ് Q1 എടുക്കണം, R2 ആണ് വരുന്നതെങ്കിൽ ഇവിടെ റൂട്ട് ഓഫ് Q2 എടുക്കണം. ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തു? How do you derive this equation? ഡെറിവേഷൻസും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും കാണാൻ വരുന്നുണ്ട്.
നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ അപ്പോൾ മറുപടി പറയുന്നതായിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതുതരം ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കണം. അതൊന്നും യാതൊരു സംശയമില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്താണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത് നടത്തേണ്ടത്. അപ്പോൾ പലർക്കും പല ആവശ്യങ്ങളുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നമ്മൾ കണക്കാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നൾ പോയിന്റിന്റെ ദൂരം കാണേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. R1 എങ്ങനെ കാണാം, R2 എങ്ങനെ കാണാം. ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് നൾ പോയിന്റ് എവിടെ, അറ്റ് n. ഓക്കെ, E1 ഈസ് ഈക്വൽ ടു E2 ആണ്. E1 ഈസ് ഈക്വൽ ടു E2 ആയതുകൊണ്ട് Q1 ഡിവൈഡഡ് ബൈ 4πε0 R1 സ്ക്വയർ ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R2 സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ വരുന്നു അവസാനം? Q1 ബൈ R1 സ്ക്വയർ ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ എന്ന് എഴുതി. പക്ഷേ R1 R2 കൂടെ കൂട്ടിയാൽ മൊത്തം ദൂരം കിട്ടും 6. അങ്ങനെയാണെങ്കിൽ R2 ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു നമുക്ക് R മൈനസ് R1 എന്ന് എടുക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? Q1 ഡിവൈഡഡ് ബൈ R1 സ്ക്വയർ ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ R മൈനസ് R1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് എടുത്താൽ റൂട്ട് ഓഫ് Q1 ഡിവൈഡഡ് ബൈ R1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Q2 ഡിവൈഡഡ് ബൈ R മൈനസ് R1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R1 എന്താണെന്ന് എഴുതാം. R1 കിട്ടിയാൽ R2 എന്താണെന്ന് എഴുതാം. ഈസ് ഇറ്റ് ക്ലിയർ? പിടികിട്ടിയോ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം. ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത്. ഇപ്പം ഞാൻ നേരത്തെ നൾ പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ഞാൻ നൾ പോയിന്റ് കാൽക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് രണ്ട് നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോയി അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ട് പോസിറ്റീവ് ചാർജുകൾക്കാണ്. ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇതൊരു പോസിറ്റീവ് ചാർജ്. ഇനി ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജുമാണെങ്കിലോ, ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇതാണെങ്കിലോ ഒരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമാണ് ഉള്ളതെങ്കിൽ നൾ പോയിന്റ് ഉണ്ടാകുന്നത് ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈനിലൂടെ പോയാൽ പുറത്തായിരിക്കും, അകത്തല്ല. ചാർജുകൾക്കിടയിലല്ല, ചാർജുകൾക്ക് പുറത്താണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ചാർജസ് ബട്ട് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടോ? അപ്പോ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഔട്ട്സൈഡ്, ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസൈഡ്. ഔട്ട്സൈഡ് ആണെങ്കിലും ഇൻസൈഡ് ആണെങ്കിലും നൾ പോയിന്റ് ഈസ് ഓൾവേസ് നിയർ സ്മോളർ മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ ഇവിടെ ഞാൻ എഴുതി Q1 ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് Q2. അപ്പൊ വലിയ ചാർജ് ആരാ? Q1. ചെറിയ ചാർജ് ആരാ? Q2. Q2 ആണ് ചെറിയ ചാർജ്. അപ്പൊ ചെറിയ ചാർജിന് അടുത്താണ് നൾ പോയിന്റ് വരിക. പക്ഷെ അകത്തല്ല, പുറത്താണ്. പുറത്താണെന്ന് പറയാം എവിടെയാ? ഇവിടെ. അപ്പൊ Q2 നിന്നും ഉള്ള ദൂരം x ആണ് നൾ പോയിന്റിലേക്ക്. Q1 നിന്നും നൾ പോയിന്റിലേക്ക് ദൂരം R പ്ലസ് എക്സ് ആയിരിക്കും. ഇത് R, ഇത് x അല്ലേ. അപ്പൊ Q1 മുതൽ നൾ പോയിന്റ് വരെയുള്ള ദൂരം എത്രയാ? R പ്ലസ് എക്സ്. Q2 മുതൽ നൾ പോയിന്റ് വരെയുള്ള ദൂരം എത്രയാ? വെറും x. ഞാൻ നേരത്തെ ഒരു ലോജിക്ക് പറഞ്ഞല്ലോ, E1 ഈസ് ഈക്വൽ D2 അറ്റ് നൾ പോയിന്റ്. അതേ ലോജിക്ക് വെച്ച് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? x ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാം. x ഈക്വൽ ടു x എന്ന് പറയുന്നത് Q2 നിന്നുള്ള ദൂരമല്ലേ? x എന്ന് പറയുന്നത് Q2 നിന്നുള്ള ദൂരമല്ലേ? അപ്പൊ x ഈക്വൽ ടു R ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2. വ്യത്യാസം കണ്ടില്ല, ഡിനോമിനേറ്റർ പ്ലസ് അല്ല മൈനസ് ആണ്. x ഈക്വൽ ടു R ഇൻറ്റു റൂട്ട് ഓഫ് Q2 ഡിവൈഡഡ് ബൈ റൂട്ട് Q1 മൈനസ് റൂട്ട് Q2. R പ്ലസ് എക്സ് എന്താണ്? R ഇൻറ്റു റൂട്ട് ഓഫ് Q1 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2. അപ്പൊ ഇവിടെ x ആണെങ്കിൽ x എന്ന് പറയുന്നത് ആ Q2 നിന്നുള്ള ദൂരമായതുകൊണ്ട് ഇവിടെ ഞാൻ Q2 എന്ന് എഴുതി. R പ്ലസ് എക്സ് എഴുതുമ്പോൾ അത് Q1 നിന്നുള്ള ദൂരമായതുകൊണ്ട് ഇവിടെ Q1 എന്ന് എഴുതി. നിങ്ങൾ ആലോചിക്കും, സാർ ഇതെല്ലാം എങ്ങനെയാണ് പഠിച്ചെടുക്കുക? ഇതൊന്നും നമ്മൾ ബുദ്ധിമുട്ടി ഇരുന്ന് കാണാപ്പാഠം പഠിക്കുന്നതല്ല.
ഇത് ഉപയോഗിച്ച് 10 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഇത് പതിയും. ഞാൻ ഒരു കാര്യങ്ങൾ ഇന്നവരെ ഞാൻ കാണാപ്പാഠം പഠിച്ചിട്ടില്ല, ഒന്നും ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ടില്ല. അതിന് പിന്നിലുള്ള ലോജിക്കുകളും കോൺസെപ്റ്റുകളും മനസ്സിലാക്കി വെച്ചാൽ ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും അത് ചിന്തിച്ചെടുക്കാം. അതാണ് എൻ്റെ മെച്ചം. അപ്പം നൾ പോയിന്റുകളെ കുറിച്ച് മനസ്സിലായല്ലോ. നൾ പോയിന്റിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി. നൾ പോയിന്റ് കാണാനുള്ള വഴി എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ ഞാനത് എഴുതിയിടാം, നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഓക്കെ, എന്താണ്? അറ്റ് നൾ പോയിന്റ് E1 ഈസ് ഈക്വൽ ടു E2 ആണ്. ഓക്കെ, E1 ഈക്വൽ ടു E2 എന്ന് കൊടുത്താൽ ബാക്കിയൊന്നും ഞാൻ എഴുതുന്നില്ല. 1/4πε0 ഒന്നും എഴുതുന്നില്ല. Q1 ഡിവൈഡഡ് ബൈ R പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. സ്ക്വയർ റൂട്ട് എടുക്കൂ. സോ റൂട്ട് Q1 ഡിവൈഡഡ് ബൈ R പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Q2 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് ആർക്കും കിട്ടും. പിടികിട്ടിയോ? അതൊക്കെ നിങ്ങൾ ചെയ്തോണം. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഓക്കെ, ഇനിയും ഒരു ചോദ്യം പറയുന്നു. എന്താണ് ചോദ്യം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് 25 മൈക്രോകുളൂംസ് ആൻഡ് 36 മൈക്രോകുളൂംസ് ഈസ് 11 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ 25 മൈക്രോകുളൂംസ്, ഇവിടെ 36 മൈക്രോകുളൂംസ്. സെപ്പറേഷൻ ഈസ് 11 സെന്റിമീറ്റർ. At what point on the line joining the two charges the electric field intensity is 0? The like charges ആണോ unlike charges ആണോ? These are like charges. This one is positive, this one is also positive. അപ്പൊ എവിടെയാണ് നമ്മുടെ നൾ പോയിന്റ് കിട്ടുക? In between the charges. In between. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചാർജ്. ഇവിടെ ഞാൻ 25 മൈക്രോ കൂളം എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ 36 മൈക്രോ കൂളം ഞാൻ ഉടനെ മാർക്ക് ചെയ്തു. ഇവിടെയാണ് നൾ പോയിന്റ്. നൾ പോയിന്റിൽ നിന്നുള്ള ദൂരം, ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? R1. അപ്പൊ R1 എത്രയാണ്? R1 എന്ന് പറയുന്നത് R ഇൻറ്റു റൂട്ട് ഓഫ് Q1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് Q1 പ്ലസ് റൂട്ട് ഓഫ് Q2. ഓക്കെ, R എന്ന് പറയുന്ന മൊത്തം ഡിസ്റ്റൻസ് എത്രയാണത്? 11 സെന്റിമീറ്റർ. അപ്പൊ ഇത് 11 ഇൻറ്റു റൂട്ട് ഓഫ് Q1 റൂട്ട് ഓഫ് 25 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25 പ്ലസ് റൂട്ട് ഓഫ് 36. ഉത്തരത്തിലെത്തി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. Is it clear? കാര്യം പിടികിട്ടിയില്ലേ? അപ്പോൾ അത് പഠിച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയുള്ള റിസൾട്ടുകൾ നമ്മുടെ റെഗുലർ ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണാത്തതാണ്. ഇത്തരം റിസൾട്ടുകൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് എൻ്റെ ഒരു അഡ്വാൻസ്ഡ് സീരീസ് ഇൻ ഫിസിക്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ GIBക്കുള്ള റിസൾട്ടുകളാണ്. അപ്പോൾ NCERT ബുക്കിൽ ഇല്ലാത്തതും എന്നാലോ അറിഞ്ഞു വെക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് റിംഗ്. ഇതൊരു റിംഗ് ആണ്. ഇത് റിംഗിന്റെ ആക്സിസ് ആണ്. കണ്ടോ, റിംഗിന്റെ ആക്സിസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പോയിന്റ് P. നിങ്ങളത് കണ്ടു. ഓക്കെ, റിംഗിന്റെ ഈ ആക്സിയൽ പോയിന്റിൽ, അതായത് P എന്ന് പറയുന്ന ഈ പോയിന്റിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? റിംഗ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അവേ ഓൺ ദ ആക്സിസ്. അതുകൊണ്ട് ഇത് പോസിറ്റീവ്ലി ചാർജ് റിംഗ് ആയതുകൊണ്ട് ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് എലോങ് ദ ആക്സിസ് ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാം. പക്ഷെ ഇതൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരമല്ല ഇത്. ഡെറിവേഷൻസ്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സഹായിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ. അപ്പോൾ അറ്റ് എനി പോയിന്റ് ഓൺ ദ ആക്സിസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അവേ. കണ്ടോ, ഇങ്ങനെ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൻ ബൈ E is equal to QX. Q എന്ന് പറയുന്നത് ഇതിനകത്ത് ചാർജ്. QX ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഇതാണ് റിസൾട്ട്. എങ്ങനെ കിട്ടി? കിട്ടാനുള്ള വഴിയുണ്ട്. We will work it out one day. Okay, മനസ്സിലായോ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് റിംഗ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ആക്സിസ് നമ്മൾ ഇത് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ വിത്ത് ഡിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ വേറൊരു മേഖലയ്ക്ക് കടന്നു. ഈ ചാർജ്ഡ് റിംഗിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ സെന്റർ മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ട്. വലതുവശത്തേക്കും ഉണ്ട്, ഇടതുവശത്തേക്കും ഉണ്ട്.
ആ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെ മാറുന്നു? ഹൗ ഡു ദ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് വിത്ത് ദ ഡിസ്റ്റൻസ്? ആ വേരിയേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദിസ് ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? 0. ഇനി അങ്ങോട്ട് പോകും തോറും യു ക്യാൻ സീ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൂടി ഇലക്ട്രിക് ഫീൽഡ് മാക്സിമത്തിൽ എത്തും. മാക്സിമം എത്തുന്ന ദൂരം എന്ന് പറയുന്നത് r ഡിവൈഡഡ് ബൈ √2. മനസ്സിലായോ? അപ്പോ r/√2 എന്ന് പറയുന്ന പോയിന്റിൽ റിങ്ങിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാക്സിമത്തിലെത്തി. അവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞ് ഇൻഫിനിറ്റിയിൽ 0 ആകും. ഇതുപോലെ തന്നെ ഇടതുഭാഗത്ത് ഇതാണ് നമ്മുടെ ഒറിജിൻ. അപ്പൊ ഇടതുഭാഗത്തുള്ള ഡിസ്റ്റൻസ് വിൽ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോ -r/√2 വീണ്ടും റിങ്ങിന്റെ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമത്തിലെത്തി. അപ്പൊ റിങ്ങിന്റെ ഇലക്ട്രിക് ഫീൽഡ് is 0 at center. It is 0 at plus infinity as well as minus infinity. എവിടെയാണ് അത് മാക്സിമത്തിലെത്തിയത്? +r/√2 മാക്സിമത്തിലെത്തി, -r/√2 മാക്സിമത്തിലെത്തി. Is it clear? ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറയും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനൈറ്റ് ലൈൻ ചാർജ്. ഇൻഫിനൈറ്റ് ലൈൻ ചാർജ് എന്ന് പറഞ്ഞാൽ ഇതൊരു 1 dimensional ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൻ. നിങ്ങളുടെ y ആക്സിസ് മൊത്തത്തിൽ ചാർജറാണ്. മുകളിലോട്ട് +∞, താഴോട്ട് -∞. ഒരു വെർട്ടിക്കൽ ആക്സിസ് ഈസ് കംപ്ലീറ്റ്ലി ചാർജ്ഡ്. അവിടെ നിന്നും മറ്റേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ ദർ ഈസ് എ പോയിന്റ്. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് E is equal to λ/2πε0 into r. ഇത് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. E is equal to λ/2πε0 into r. ലാംഡ എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. That is the charge per unit length. അപ്പൊ ഇതിന്റെ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒബ്സർവേഷൻ എന്താണെന്ന് അറിയാമോ? E is proportional to 1/r. E is proportional to 1/r. അപ്പോ ഈ പ്രപ്പോർഷണൽ ടു 1/r ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കണം? ഇത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. This is a rectangular hyperbola. Is it clear? അപ്പൊ ലൈൻ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലാതെയും കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. ഈ ലൈനിന്റെ പ്രത്യേകത ഇതിന്റെ ലെങ്ത് ഈസ് ഇൻഫിനൈറ്റ്. Is it clear? ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഡിസ്ക്. നേരത്തെ റിംഗ് പറഞ്ഞു, ഇപ്പൊ ലൈൻ പറഞ്ഞു, ഇപ്പൊ പറയുന്ന ഡിസ്ക് ആണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P. അപ്പൊ ഇത് ഡിസ്ക് ആണ്, ചാർജ്ഡ് ഡിസ്ക് ആണ്. ഇതിലെ ചാർജ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇതിനകത്തും പുറത്തും എല്ലായിടത്തും ചാർജ് ഉണ്ട്. ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. That is charge per unit area. It is sigma. Okay. ഇനിയും there is a point P on its axis. P എന്ന് പറയുന്നത് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണ്. This point P subtends an angle of theta. It subtends an angle of theta. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് when connected to the edge of the disk makes an angle theta with the axis. എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ E is equal to σ/2ε0 into 1 minus cos theta. നിങ്ങൾ കണ്ടിട്ടില്ല? E is equal to σ/2ε0 into 1 minus cos theta. What is theta? ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. What is sigma? സർഫസ് ചാർജ് ഡെൻസിറ്റി. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയട്ടെ.
കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറ്റാം? ഈ സബ്റ്റൻഡഡ് ആംഗിൾ ആണ് കോസ് തീറ്റ. ഈ ഡിസ്കിന്റെ റേഡിയസ് കൂടി 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 വരികയാണെന്ന് വിചാരിക്കുക. ഡിസ്കിന്റെ റേഡിയസ് കൂടി കൂടി വരുന്നു. R tends to infinity. R tends to infinity. അപ്പോ റേഡിയസ് കൂടി കൂടി വന്നാൽ അതിനർത്ഥം എന്താണ്? റേഡിയസ് കൂടി കൂടി വന്നാൽ എന്ത് സംഭവിക്കും? തീറ്റ ടെൻസ് ടു പൈ ബൈ 2. ശരിയാണോ? ഡിസ്കിന്റെ റേഡിയസ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ തീറ്റയുടെ വാല്യൂ കൂടി കൂടി അവസാനം തീറ്റയുടെ വാല്യൂ 90 ആവും. തീറ്റയുടെ വാല്യൂ 90 ആയി കഴിയുമ്പോൾ ഈയുടെ വാല്യൂ σ/2ε0. ഇൻഫിനൈറ്റ് റേഡിയസ് ഉള്ള ഡിസ്ക് എന്ന് പറയുന്നത് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് അല്ലേ? ഇൻഫിനൈറ്റ് റേഡിയസ് ഉള്ള ഡിസ്ക് എന്ന് പറയുന്നത് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് അല്ലേ? പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? σ/2ε0 എന്ന് ഗോസസ് തിയറം വെച്ച് നമ്മൾ അല്ലാതെ വേറെ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റ് കാരണം, ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 ആണ് എന്ന് അനാലിറ്റിക്കലി ഡിറൈവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാനത് അവിടെ അതിന്റെ ഡിസ്കഷൻ അവിടെ നിൽക്കുന്നു. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അകത്ത് മെറ്റീരിയൽ ഇല്ല. അപ്പൊ എവിടെ മാത്രമേ ചാർജ് ഉള്ളൂ? ചാർജ് ഇതിന്റെ സർഫസിൽ മാത്രമേ ഉള്ളൂ. ചാർജ് ഇതിന്റെ സർഫസിൽ മാത്രമേ ഉള്ളൂ. അകത്ത് ചാർജ് ഇല്ല. ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ കുളൂം പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ മൊത്തം ചാർജ് Q എന്ന് എടുക്കാം. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ, അത് 4πr². ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന് 3 കേസസ് ഉണ്ട്. ഷെല്ലിന് പുറത്ത്, ഷെല്ലിന്റെ സർഫസിൽ, ഷെല്ലിനകത്ത്. ഷെല്ലിന് പുറത്താണെങ്കിൽ ദ ഇക്വേഷൻ ഈസ് Q/4πε0r². അത് തന്നെ ഞാൻ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതിയാൽ σr² ഡിവൈഡഡ് ബൈ ε0r². സർഫസിലാണെങ്കിൽ എന്ത് ചെയ്യണം? സർഫസിന് പുറത്താണെങ്കിൽ ഇതാണ് നമ്മുടെ പോയിന്റ് P. സർഫസിന് പുറത്താണെങ്കിൽ ദൂരം ഈസ് ഗ്രേറ്റർ ദാൻ റേഡിയസ്. R എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഈ ആറിന് പകരം ക്യാപിറ്റൽ R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും. അത് σ/ε0 എന്ന് കിട്ടും. അകത്തെ പോയിന്റ് എടുത്താൽ അതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. സർഫസിൽ മാക്സിമം ആണ്. ഇവിടെ നിന്ന് അകന്നു പോകുന്തോറും ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞു 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 വരും. ഇതാണ് നിങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡ് എടുത്തിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഡിസ്റ്റൻസ് R. ഈ കാണുന്ന വെർട്ടിക്കൽ ലൈൻ R = R എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതിന്റെ ഇപ്പുറത്തേക്ക് ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? മാക്സിമം ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/r². കാര്യം മനസ്സിലായോ? റിസൾട്ട് മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഡിസ്കഷൻ മനസ്സിലാക്കി വെക്കുക. വിശദമായ കാര്യങ്ങൾ നമ്മൾ വേറൊരു ക്ലാസ്സിൽ വീണ്ടും പറയുന്നതായിരിക്കും. ഓക്കെ, ശരി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിഡ് ഇൻസുലേറ്റിംഗ് സ്ഫിയർ. സോളിഡ് ഇൻസുലേറ്റിംഗ് സ്ഫിയറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിന്റെ സർഫസിൽ ചാർജ് ഉണ്ട് എല്ലായിടത്തും. കണ്ടോ? സർഫസിൽ എല്ലായിടത്തും ചാർജ് ഉണ്ട്. കൂടാതെ ഇതിന് അകത്ത് ചാർജ് ഉണ്ട്. നേരത്തെ പറഞ്ഞതിൽ അകത്ത് ചാർജ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അകത്ത് ചാർജ് ഇല്ലെങ്കിൽ അകത്തെ ഫീൽഡ് 0 ആണെന്ന് നേരത്തെ പഠിച്ചു.
അകത്ത് ചാർജ് ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് പറയാം അകത്ത് ഫീൽഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഡെറിവേഷൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കുട്ടികളെ. ഓക്കെ, അനവധി സംശയങ്ങൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവും, ഉണ്ടാകണം. സംശയം ഉണ്ടാകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്, എനിക്കല്ല, നിങ്ങൾക്ക്. ഞാൻ എന്തെല്ലാമോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് സംശയം ഉണ്ടാകുമ്പോഴാണ്. സംശയങ്ങളെല്ലാം തീർത്തു തരും തീർച്ചയായിട്ടും. നമ്മുടെ ഈ ക്ലാസ്സുകൾക്കെല്ലാം ഒരു സമയപരിധിയുണ്ട്. ആ ടൈം ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ടുള്ള ഡിസ്കഷനാണ്. ഓക്കെ, ശരി. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? E is equal to Q divided by 4 pi epsilon 0 r square. അതുമല്ലെങ്കിൽ it is equal to rho r cube divided by 3 epsilon 0 r square. ഓക്കെ, എന്താണ് റോ എന്ന് പറയുന്നത്? റോ എന്ന് പറയുന്നത് ഈ സ്ഫീറിലുള്ള മൊത്തം ചാർജ് ഡിവൈഡഡ് ബൈ അതിന്റെ വോള്യൂം. റോ ഈക്വൽ ടു Q divided by 4/3 pi r cube, which is the volume of a sphere of radius r. സർഫസിലാണെങ്കിൽ ഈ സ്മോൾ ആറിന് പകരം എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ ആർ കൊടുക്കണം. അപ്പൊ Q by 4 pi epsilon 0 r square, this is also equal to rho r by 3 epsilon 0. If it is inside, then it is r rho by 3 epsilon 0. ചിലർക്കൊക്കെ ഇത് ചൈനീസ് ഭാഷ പഠിക്കുന്നത് പോലെ ഉണ്ടാവും. അതിന് കാരണം നമ്മൾ IITയുടെ നിലവാരത്തിലേക്ക് കുറച്ചുകൂടി ഉയരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉയരും, തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും. നമുക്കതിന് കുറച്ച് സമയമെടുത്ത് ഇതിലേക്കൊക്കെ വരണം. ഇതുപോലെ ഇരുന്ന് മുമ്പ് പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ, തീർച്ചയായും ഇറ്റ് ഈസ് പോസിബിൾ. കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളത് മനസ്സിലാക്കുന്നു, അവരത് പ്രാക്ടീസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇതിനകത്ത് പറയുന്നില്ല. ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ലെന്ന് തോന്നലാണ്. ഇനിയും ഇതിന്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ എന്താണ്? ദൂരത്തിനനുസരിച്ചുള്ള ഇതിന്റെ മാറ്റം എന്താണ്? ഓക്കെ, സെന്ററിൽ 0 ആണ്. അപ്പൊ സെന്ററിൽ 0, സെന്ററിൽ ഈ ആറിന്റെ വാല്യൂ 0 ആകും. ആറിന്റെ വാല്യൂ 0 ആകുമ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ you can see that E is equal to 0 at the center. മനസ്സിലായോ? സെന്ററിൽ നിന്നും സർഫസ് വരെ ഇത് ഇങ്ങനെ ലീനിയർ ആയിട്ട് കൂടും. സർഫസിൽ അത് മാക്സിമത്തിലെത്തും. സർഫസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1/r² ഡിപ്പെൻഡൻസ് ആണ് കാണിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇവിടെ എഴുതും, ഇവിടെ ഇയുടെ വാല്യൂ എത്രയാണ്? 0. ഇവിടെ എന്താണ് ഡിപ്പെൻഡൻസ്? ഇവിടെ E is proportional to R. ഇവിടെ എന്താണ് ഡിപ്പെൻഡൻസ്? ഇവിടെ E is proportional to 1/r². ഇത് എവിടെ കാണാം? ഇതെല്ലാം ഈ ഇക്വേഷനിൽ പറയുന്നുണ്ടല്ലോ. Is it clear? Okay. ശരി. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇതിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റ്, വളരെ 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 വലിയൊരു ഷീറ്റ്. ആ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ E is equal to sigma by 2 pi 2 epsilon 0. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. E is proportional to r is to 0. ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു വലിയ ഷീറ്റ് ഓഫ് ചാർജ് കാരണം അതിന്റെ സമീപത്തുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. അടുത്ത് ചെന്ന് നിന്നാലും സിഗ്മ ബൈ 2 എപ്സിലോൺ 0, അകലെ പോയി നിന്നാലും ഇറ്റ് ഈസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, കമന്റ്സ് കുട്ടികൾ ഇടുന്നുണ്ട്. സാർ ഇതുപോലെ ഇലക്ട്രിക് ബേസ്ഡ് ചാപ്റ്റേഴ്സ് എടുക്കുമോ? തീർച്ചയായിട്ടും എടുക്കും. വി വിൽ ബി ഡൂയിങ് ഓൾ ദ ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കുന്നതായിരിക്കും. അത്തരം ക്ലാസ്സുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളും റിക്വസ്റ്റുകളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മെന്റേഴ്സിനെ അറിയിക്കുക. തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, അടുത്തത് എക്സാമ്പിൾ 8.
the electric field at a point varies as r raised to 04. ഏത് സിറ്റുവേഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് r raised to 0 ആയിട്ട് മാറുന്നത്? ഇലക്ട്രിക് ഡൈപോൾ ആണോ, പോയിന്റ് ചാർജ് ആണോ, ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണോ, ആൻഡ് ഇൻഫിനൈറ്റ് ലൈൻ ചാർജ് ആണോ? നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത് ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇവിടെ നമ്മൾ കണ്ടതാണത്. ശരിയല്ലേ? We have seen it. ഇനി അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ. നമ്മുടെ ക്ലാസ് അടുത്ത ഒരു 5 to 10 മിനിറ്റിനകം ഇത് തീരും. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ, an electric dipole is a system of equal and opposite charges separated by a small distance. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ്, ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഈസ് ടേക്കൺ ആസ് 2a. എന്തുകൊണ്ട് 2a എടുത്തത്? സാറിന് അത് a എന്ന് എടുക്കാമായിരുന്നില്ലേ? എടുക്കാമായിരുന്നു. പക്ഷേ പലപ്പോഴും എനിക്കതിൻ്റെ പകുതി ദൂരം ആവശ്യമായിട്ട് വരും. അപ്പോൾ 2a എന്ന് എടുത്താൽ പകുതി എന്തായിട്ട് എടുക്കാം? a എന്ന് എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇവിടെ 2a എന്ന് എടുത്തത്. അല്ലാതെ 2aക്ക് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇനിയും ചില ആധികാരികമായ ചില ബുക്കുകളിലൊക്കെ ഇത് a എന്ന് എടുത്തിട്ട് ഇതിന്റെ പകുതി ദൂരം a/2 എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ പോസിറ്റീവ് ചാർജ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് an electric dipole. What is the total charge on an electric dipole? It is equal to 0. Minus q plus q is equal to എന്ത് കിട്ടും? 0 കിട്ടും. എല്ലാ ഇലക്ട്രിക് ഡൈപോളുകളുടെയും ബിഹേവിയർ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് സിറ്റുവേഷൻസ് പഠിക്കുന്നതിനായിട്ട്, പറയുന്നതിനായിട്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് we define a quantity known as electric dipole moment. So what is electric dipole moment? Electric dipole moment is given by vector p. What is the magnitude of electric dipole moment? Charge into 2a. Charge into distance. 2a is also known as length of the dipole. It is also known as length of the dipole. അപ്പോൾ q into 2a ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഞാൻ അതൊരു വെക്ടർ ആണെന്ന് പറഞ്ഞല്ലോ. What is the direction of this vector? Direction of this vector is from negative charge to the positive charge. ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് കണ്ടോ? പി വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലേക്കാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ഇനി ഡൈപോളുകൾ എന്ന് പറയുന്നത് വീട്ടിൽ ഇരുന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അല്ല. ഡൈപോളുകൾ എന്ന് പറയുന്നത് പോളാർ മോളിക്യൂൾസ് ആണ്. These are polar molecules. For example, HCl molecule, NaCl molecule, H2O, ഇതിനെല്ലാം ഡൈപോൾ മൊമെന്റുകളുണ്ട്. ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് എല്ലാം ഡൈപോളുകളാണ്. മനസ്സിലായോ? ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് എല്ലാം ഡൈപോളുകളാണ്. വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ. അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടല്ലോ. കെമിസ്ട്രി പഠിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഇനിയും മൈനസ് ക്യൂവിനെയും പ്ലസ് ക്യൂവിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഈ ലൈനിനെ ഞാൻ ആക്സിസ് എന്ന് വിളിക്കും. ഡൈപോളിന്റെ ആക്സിസ്. അതങ്ങോട്ട് നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ച അതിനെ ഞാൻ എന്ത് പേര് വിളിക്കും? ആക്സിയൽ ലൈൻ. അതിനെ മൊത്തത്തിൽ ഞാൻ ആക്സിയൽ ലൈൻ എന്ന് വിളിക്കും. ആക്സിസിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതിനെ ഞാൻ എന്ത് വിളിക്കും? ഇക്വട്ടോറിയൽ ലൈൻ എന്ന് വിളിക്കും. അപ്പൊ ആക്സിയൽ ലൈനുമുണ്ട്, ഇക്വട്ടോറിയൽ ലൈനുമുണ്ട്. ഇവിടെ കിട്ടിയോ? ശരി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഈ ഡൈപോൾ കാരണം ഡൈപോളിന്റെ പരിസരത്തുള്ള സ്പേസിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ 2 റെപ്രസെന്റേറ്റീവ് പോയിന്റുകളിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കാണുന്നു. അപ്പൊ ഇത് മൈനസ് ക്യൂ ആണ്, ഇത് പ്ലസ് ക്യൂ ആണ്. ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഈ പോയിന്റ് ഞാൻ P1 എന്ന് എടുക്കുന്നു. P1 എന്ന് പറയുന്ന പോയിന്റ് ആക്സിസിലെ ഒരു പോയിന്റ് ആണ്. P1 എന്ന് പറയുന്ന പോയിന്റ് ആക്സിസിലെ ഒരു പോയിന്റ് ആണ്. ഈ P1 എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഈ ആക്സിയൽ എന്ന് വിളിക്കുന്നു.
P2 എന്ന് പറയുന്ന പോയിന്റ് ഇക്വട്ടോറിയൽ ലൈനിലുള്ള പോയിന്റ് ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഈക്വട്ടോറിയൽ എന്ന് വിളിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ പറയട്ടെ, ഈ ആക്സിയലും ഡൈപോൾ മൊമെന്റും ഒരേ ഡയറക്ഷനിലാണ്. ഡൈപോൾ മൊമെന്റും ഈ ആക്സിയലും ഒരേ ഡയറക്ഷനിലാണ്. ഡൈപോൾ മൊമെന്റും ഇക്വട്ടോറിയൽ ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. മനസ്സിലായോ? പിയും ഈ ആക്സിയലും ഒരേ ഡയറക്ഷനിലാണ്, പക്ഷെ പിയും ഈ ഇക്വട്ടോറിയലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായോ? യെസ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഇനി ഇതിന്റെ എല്ലാം എക്സ്പ്രഷൻസ് എന്താണ്? അതാണ് എഴുതുന്നത്. At a point on axial line, E axial is equal to 1 by 4 pi epsilon 0 PR divided by R square minus A square into P cap. P cap എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? യൂണിറ്റ് വെക്ടർ. ക്യാപിറ്റൽ യൂണിറ്റ് വെക്ടർ. ക്യാപിറ്റൽ യൂണിറ്റ് വെക്ടർ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് പി ക്യാപ്. അപ്പൊ പി ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ പി ഡിവൈഡഡ് ബൈ പി ആർ. എന്തിനാണ് പി ക്യാപ് ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ കാണിക്കാൻ. അപ്പൊ ഈ ആക്സിയലും ഡൈപോൾ മൊമെന്റ് വെക്ടറും ഒരേ ഡയറക്ഷനിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ ആക്സിയൽ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷനോടുകൂടെ ചേർന്ന് ഞാൻ ഇവിടെ പി ക്യാപ്പ് അറ്റാച്ച് ചെയ്തു. ഇതിനർത്ഥം ഈ ആക്സിയലും പി ക്യാപ്പും ഒരേ ഡയറക്ഷനിലാണ്. എക്സ്പ്രഷൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ അറ്റ് എ പോയിന്റ് ഓൺ ഇക്വട്ടോറിയൽ ലൈൻ, equatorial is equal to 1 by 4 pi epsilon 0 p divided by r square plus a square whole raised to 3 by 2 minus p cap. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വട്ടോറിയലും മൈനസ് പി ക്യാപ്പും ഒരേ ഡയറക്ഷനിലാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈക്വട്ടോറിയൽ ഈസ് ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെന്റ്. ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചു തന്നല്ലോ. കണ്ടോ? ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായി? ഈ എക്സ്പ്രഷൻസ് നിങ്ങൾ ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ ഫെമിലിയർ ആക്കണം. ഓക്കെ. ഇനി ഷോർട്ട് ഡൈപോൾ എന്നൊരു കോൺസെപ്റ്റ്. എന്താണ് ഈ ഷോർട്ട് ഡൈപോൾ? ഡൈപോളിന്റെ നീളം ഒബ്സർവേഷൻ പോയിന്റ് ആയ പിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ദൂരമായി കമ്പയർ വളരെ ചെറുതാണെങ്കിൽ ദ ഡൈപോൾ ഇസ് സെഡ് ടു ബി ഷോർട്ട്. ഡൈപോളിന്റെ നീളം ഫീൽഡ് കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ ദൂരമായി കമ്പയർ ചെയ്യുമ്പോൾ ഡൈപോളിന്റെ ലെങ്ത് വളരെ ചെറുതാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എ ഷോർട്ട് പോയിന്റ്, ഷോർട്ട് ഡൈപോൾ. എന്ന് പറയാൻ നിങ്ങളുടെ ഒബ്സർവേഷൻ പോയിന്റ് ഈസ് ഫാർ അവേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷൻസ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ലഘൂകരിക്കാം, ഒന്ന് ചെറുതാക്കാം. ഈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആയിട്ട് മാറും. അതുപോലെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നതും ആർ സ്ക്വയർ ആയിട്ട് മാറും. കാരണം എ എന്ന് പറയുന്നത് ആറിനേക്കാളും വളരെ ചെറുതാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെ മാറുമെന്ന് അറിയാമോ? ആക്സിയൽ ലൈനിൽ ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 2p by r cube into p cap എന്ന് കിട്ടും. അതുപോലെ ഇക്വട്ടോറിയൽ ലൈനിൽ 1 by 4 pi epsilon 0 p by r cube into minus p cap എന്ന് കിട്ടിയത്. എങ്ങനെ കിട്ടിയത്? ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഞാൻ എന്താക്കി മാറ്റി? ആർ സ്ക്വയർ ആക്കി മാറ്റി. അത്രേ ഉള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ. ഇനിയും ഇതുമായി കമ്പയർ ചെയ്താൽ എന്ത് മനസ്സിലാക്കാം? ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു -2 times ഈ ഇക്വട്ടോറിയൽ എന്ന് കിട്ടും. ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു -2 times ഈക്വട്ടോറിയൽ എന്ന് കിട്ടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ എന്താണെന്ന് അറിയാമോ? ഈ പ്രൊപ്പോർഷണൽ ടു 1 by r cube. വളരെ പ്രധാനപ്പെട്ടതല്ലേ? നമ്മൾ പോയിന്റ് ചാർജിനും സ്ഫിയറുകൾക്കുമെല്ലാം ഈ പ്രൊപ്പോർഷണൽ ടു 1 by r square ആയിരുന്നു. ലൈൻ ചാർജിന് ഈ പ്രൊപ്പോർഷണൽ ടു 1 by r ആയിരുന്നു. ഷോർട്ട് ഡൈപോളിന് ഈ പ്രൊപ്പോർഷണൽ 1 by r cube. വ്യത്യാസം മനസ്സിലായാൽ ഇക്വേഷൻസ് പഠിക്കണം. ഓക്കെ. ഒരു എക്സാമ്പിൾ. 2 charges plus or minus 10 microcoulomb are placed
at a distance 5 millimeter apart, determine electric field at a point. 15 centimeter on the axial line near the positive charge, 15 centimeter on the equatorial line. ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കേ നിങ്ങൾ, അതായത് ഡൈപോളിന്റെ ലെങ്ത് 5 മില്ലിമീറ്റർ ആണ്, ഒബ്സർവേഷൻ പോയിന്റിന്റെ ദൂരം 15 സെന്റിമീറ്റർ ആണ്. സോ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ ഷോർട്ട് ഡൈപോൾ. അപ്പൊ ഈ ആക്സിയൽ എന്തായിരിക്കും? ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇനി പിയുടെ വാല്യൂ എന്താണ്? 10 ഇൻറ്റു 10 to the power of -6 multiplied by distance length of the dipole 5 into 10 to the power of -3. അപ്പോൾ ഡൈപോൾ മൊമെന്റ് കിട്ടി. ഓക്കെ, ഇനിയും ആറിന്റെ വാല്യൂ എത്രയാണ്? 15 സെന്റിമീറ്റർ. 15 ഇൻറ്റു 10 to the power of -2 മീറ്റർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന്റെ ഉത്തരം കിട്ടി. ഇനി ഇതുപോലെ ഈ ഇക്വട്ടോറിയൽ എന്താണ്? ഈ ഇക്വട്ടോറിയൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ആക്സിയൽ ബൈ 2 അല്ലേ. ഫോർ എ ഷോർട്ട് ഡൈപോൾ ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2 times ഈ ഇക്വട്ടോറിയൽ. സോ ഈ ഇക്വട്ടോറിയൽ ഈക്വൽ ഈ ആക്സിയൽ ബൈ 2 എന്നെടുത്ത് ഉത്തരം കിട്ടി. ഇത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഷോർട്ട് ഡൈപോൾ അറ്റ് ആൻ ആർബിറ്ററി പോയിന്റ്. ആർബിറ്ററി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് ഡൈപോൾ ആയി കാണുന്നത് കണ്ടോ, ഇതൊരു ഷോർട്ട് ഡൈപോൾ ആണ്. ഈ ഷോർട്ട് ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും, ഇതാണ് മിഡ് പോയിന്റ്, ഇവിടെ നിന്നും തീറ്റ ആംഗിളിൽ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്നു. തീറ്റ ആംഗിളിൽ ഈ ഡിസ്റ്റൻസ് 6 ആണ്. 6 മീറ്റർ ദൂരെ യു ഹാവ് എ പോയിന്റ്. ഇതാണ് 6 എന്ന് പറയുന്ന ദൂരം. അപ്പൊ ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇതിപ്പോ ആക്സിയൽ ലൈനുമല്ല, ഇക്വട്ടോറിയൽ ലൈനുമല്ല. ദിസ് ഈസ് എൻ ആർബിറ്ററി പോയിന്റ് നിയർ എ ഷോർട്ട് ഡൈപോൾ. ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ വാല്യൂ E is equal to P divided by 4πε0 r cube into root of 3 cos square theta plus 1. And tan alpha is equal to half tan theta. ഇതെല്ലാം എന്താണ്? ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ്. ഇതാണ് ഒബ്സർവേഷൻ പോയിന്റ് ആയ പി. പി ഈസ് നോട്ട് ഇതാണ് ഡൈപോൾ മൊമെന്റ് പി. ഇത് നമ്മുടെ ഒബ്സർവേഷൻ പോയിന്റ് പി. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 6 എന്ന് പറയുന്ന ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. മനസ്സിലാകുന്നുണ്ടോ? ആ ആൽഫ കാണാൻ ഡിറൈവ് ചെയ്ത് വന്നാൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഹാഫ് ടാൻ തീറ്റ എന്ന് കിട്ടും. ഡെറിവേഷൻ ഉണ്ട്. ഇനിയും ഇവിടെയുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? അത് P/4πε0 r cube into root of 3 cos square theta plus 1. ഇത് പഠിക്കണം. ഒരാൾ കമന്റിൽ ചോദിച്ചിരിക്കുന്നു ഇൻഫിനൈറ്റ് ഷീറ്റിന്റെ ഗ്രാഫ് എന്താണ്? ഇൻഫിനൈറ്റ് ഷീറ്റ്, ഞാൻ അതിലേക്കൊന്ന് പോകാം. ഇൻഫിനൈറ്റ് ഷീറ്റ് എവിടെ ഉള്ളത്? ഇവിടെ തന്നെ പറഞ്ഞുതരാം. ഇൻഫിനൈറ്റ് ഷീറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇൻഫിനൈറ്റ് ഷീറ്റ്. ഇത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? എല്ലാ പോയിന്റിലും ഇങ്ങനെയാണ് നിൽക്കുന്നത്. എല്ലാ പോയിന്റിലും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇത് എന്ത് തരം ഇലക്ട്രിക് ഫീൽഡാണ്? ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്, ഇതൊരു സംശയത്തിനുള്ള ഉത്തരവാണ്. പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെയിരിക്കും? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ഇ ആക്സിസ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ഡിസ്റ്റൻസ് ആക്സിസ്. ഓക്കെ, ലെറ്റ് us come back to the short dipole again. അപ്പൊ ഷോർട്ട് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഒരു ആർബിറ്ററി പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ദ ആംഗിൾ മെയ്ഡ് ബൈ ഇ വിത്ത് പി ഈസ് ആൽഫ പ്ലസ് തീറ്റ. ഇതാണ് പിയുടെ ഡയറക്ഷൻ. ആർ മേക്സ് an angle theta with p and E makes an angle alpha with R. So what is the angle between E and P?
ആൽഫ പ്ലസ് തീറ്റ. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചില റിസൾട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ? തീറ്റയുടെ വാല്യൂ 0 എന്ന് കൊടുത്താൽ, ഇതിന്റെ വാല്യൂ 0 എന്ന് കൊടുത്താൽ ഈ പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. ഇസ് ഇറ്റ് ക്ലിയർ? തീറ്റയുടെ വാല്യൂ 0 എന്ന് കൊടുത്താൽ പോയിന്റ് പി എവിടെ എത്തും? പോയിന്റ് പി ആക്സസിലെത്തും. അപ്പൊ തീറ്റയുടെ വാല്യൂ 0 കൊടുത്താൽ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 3 കോസ് സ്ക്വയർ 0 പ്ലസ് 1 എന്ന് കിട്ടി. അപ്പൊ ഇത് റൂട്ട് ഓഫ് 3 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് 4 വിച്ച് ഈസ് 2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതെന്തായിട്ട് മാറി? 2p ബൈ 4 എപ്സിലോൺ 0 r ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 കൊടുത്താൽ മതി. തീറ്റയുടെ വാല്യൂ 0 കൊടുത്ത് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും E is equal to 1 by 4 pi epsilon 0 into 2p by r cube എന്ന് കിട്ടും. ഇനി ഇക്വട്ടോറിയൽ പോയിന്റ് ആണെങ്കിലോ? ഇക്വട്ടോറിയൽ പോയിന്റ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 കൊടുത്താൽ മതി. 90 കൊടുത്താൽ E is equal to 1 by 4 pi epsilon 0 into p divided by r cube എന്ന് കിട്ടും. മനസ്സിലായോ? Is it clear? അപ്പോൾ equation is a general equation which can be applied to both axial point as well as equatorial point. For axial point, put theta is equal to 0 degree. And for equatorial point, you put theta is equal to 90 degree. Is it clear? Okay. In a dipole in uniform electric field. When a dipole is located in a uniform electric field, it may experience a torque but no force. Uniform electric field dipole vechal അതിൽ ടോർക്ക് ഉണ്ടാകാം, പക്ഷെ ഫോഴ്സ് ഒരിക്കലും ഉണ്ടാവില്ല. എങ്ങനെ? ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഡൈപോളാണ്. ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. പ്ലസ് ക്യൂവിൽ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ പ്ലസ് ക്യൂവിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ എഫ് പ്ലസ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. മൈനസ് ക്യൂവിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എഫ് മൈനസ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം എഫ് പ്ലസ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ആണ്. കാരണം രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? ക്യൂ ഇൻറ്റു ഇ ആണ്. സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. സോ വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? 0. സോ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ഡൈപോൾ? 0. സംശയം ചോദിച്ചിരിക്കുന്നു, സർ ഫിസിക്സ് ഇലക്ട്രിക് ഡൈപോൾ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ? ബട്ട് ഇൻ കെമിസ്ട്രി ഇറ്റ് ഈസ് ഡയറക്ഷൻ ഇസ് പോസിറ്റീവ്, നെഗറ്റീവ്. വൈ? ഈ ഡയറക്ഷൻസ് ഓഫ് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ ഏത് ചാർജ് പോസിറ്റീവ് ആകണം, ഏത് ചാർജ് നെഗറ്റീവ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഫിസിക്സിൽ ആസ് വെൽ ആസ് ഇൻ കെമിസ്ട്രി. ദീസ് ആർ ഓൾ കൺവെൻഷൻസ്. അതിന് പ്രത്യേകിച്ച് ലോജിക്കൽ റീസൺ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദീസ് ആർ ഓൾ കൺവെൻഷൻസ്. The direction of dipole moment in physics, we take it from negative to positive. കെമിസ്ട്രിയിൽ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, there are some convention differences in physics and chemistry. ഓക്കെ, ശരി. അതിന് നമുക്ക് ലോജിക്കൽ റീസൺസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഡൈപോളിൽ നമുക്ക് ഫോഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. പക്ഷെ ഇതിനകത്തൊരു ടോർക്ക് ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ ഡൈപോൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് t. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിംഗ് അലോങ് പാരലൽ ലൈൻസ് ഫോം സംതിങ് നോൺ ആസ് എ കപ്പിൾ. The effect of the couple is to produce a torque. ഈ പറയുന്ന terms എല്ലാം I take it from mechanics. So equal and opposite forces acting along parallel lines constitute a couple. The effect of couple on a body is to produce a torque. അപ്പോൾ ഈ ഡൈപോളിൽ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ ആണെന്ന് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അത് വെക്ടർ ഫോമിൽ എഴുതിയാൽ ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ ആണ് ദ വെക്ടർ ഇക്വേഷൻ ഫോർ ടോർക്ക്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. So a dipole in uniform electric field will experience zero force, but it may experience a torque, and this is the torque. Non-uniform electric field anengil, it will experience
force as well as torque. Okay. Example 10. An electric dipole consists of two opposite charges of magnitude 1/3 into 10 to the power of minus 7 coulomb. Appa Q is equal to 1/3 into 10 to the power of minus 7 coulomb, separated by 2 centimeter. So 2A is equal to 2 centimeter. The dipole is kept in an external electric field of magnitude 3 into 10 to the power of 7 Newton per coulomb. What is the maximum torque? But torque is equal to PE sin theta ആണെന്ന് നമുക്കറിയാം. Tau is equal to tau max ആകണം എന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ആയിരിക്കണം, because sin 90 is equal to 1. അപ്പോൾ നമുക്ക് tau max എന്തായിരിക്കണം? tau maxന്റെ വാല്യൂ P into E ആയിരിക്കണം. ഇത് Q into 2A into E എന്ന് എടുക്കണം. വാല്യൂസ് ഇവിടെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. You get the answer. Is it clear? That is example number 10. Okay. ഇനി അടുത്ത equilibrium of a dipole in uniform electric field. ഞാൻ പറഞ്ഞു uniform electric field dipole ഇരുന്നാൽ what will happen? The dipole will experience a torque. What is the effect of torque on a body? To rotate the body. To rotate the body and align it in the direction of electric field. അപ്പോൾ ടോർക്ക് കാരണം ഡൈപോൾ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെടും. ടോർക്ക് കാരണം ഡൈപോൾ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെടും. ഇനിയും ഡൈപോൾ മൊമെന്റും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ അതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അതിന്റെ അവിടെ തീറ്റയുടെ വാല്യൂ, ഓറിയന്റേഷന്റെ വാല്യൂ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ ടോർക്ക് ഇസ് ഈക്വൽ ടു 0 ആണ്, കാരണം ഇവിടെ PE sin 0 എന്ന് കിട്ടും. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഈ ഇക്വിലിബ്രിയം പൊസിഷനെ ഞാൻ എന്ത് വിളിക്കുന്നു? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. ഇനിയും ഇവിടെയും ടോർക്ക് നോക്കൂ, PE sin 180 ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടോർക്ക് എത്രയാ? P sin 180 ആണ്. Sin 180 is equal to 0 ആയതുകൊണ്ട് ഇവിടെയും ടോർക്ക് 0 ആണ്. അപ്പൊ ഇതും ഒരു ഇക്വിലിബ്രിയമാണ്. രണ്ട് കേസിലും ഫോഴ്സും 0 ആണ്, ടോർക്കും 0 ആണ്. ഇതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും, ഇതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അതിന് കാരണം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് അടുത്ത ചാപ്റ്ററിൽ പറയാം. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ഡൈപോളിനെ ഡിസ്റ്റർബ് ചെയ്താൽ അത് ആ പൊസിഷനിലേക്ക് മടങ്ങി വരും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഡൈപോളിനെ ഡിസ്റ്റർബ് ചെയ്താൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകും. സ്റ്റേബിളിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്താൽ സ്റ്റേബിളിലേക്ക് മടങ്ങി വരും. അൺസ്റ്റേബിളിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്താൽ സ്റ്റേബിളിലേക്ക് പോകും. മനസ്സിലായോ? ശരി. ഇനിയും ആംഗുലാർ SHM ഓഫ് എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ ഇങ്ങനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഡൈപോൾ നിൽക്കുകയാണ്. ഇതിനെ ഡിസ്റ്റർബ് ചെയ്താൽ ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഈ ഓസിലേഷൻ ഡൈപോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഈ ഓസിലേഷൻ പറയുന്ന പേരാണ് ആംഗുലാർ ഓസിലേഷൻ ഓഫ് ദ ഡൈപോൾ. ചെറിയ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ആണെങ്കിൽ ഇത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണ്. ഇത് വലിയ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഓസിലേഷൻ, ഇത് ചെറിയ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഓസിലേഷൻ. ഇപ്പൊ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻസ് ആർ സിമ്പിൾ ഹാർമോണിക്. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഡൈപോളിനെ ഡിസ്റ്റർബ് ചെയ്താൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. അതിന്റെ ടൈം പീരീഡ് എന്താണെന്ന് ചോദിച്ചാൽ T is equal to 2 pi into root of I by PE. 2 pi into root of I divided by
PE. I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡൈപോൾ. P ഡൈപോൾ മൊമെന്റ് ആണ്. E എന്ന് പറയുന്നതോ ഇലക്ട്രിക് ഫീൽഡ്. I is the moment of inertia of the dipole and P is the dipole moment. E is the electric field. Okay? അപ്പോൾ എപ്പോഴാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. നമുക്ക് കാണാൻ കഴിയാത്ത ഇലക്ട്രിക് ഫീൽഡിനെ പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യാൻ, പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്യാൻ, വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് റെപ്രസെന്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഉള്ളയിടത്തെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് ലൈന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് അവിടത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കും. So the tangent to the electric field line at any point in space will give you the direction of the electric field at that point. ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡെഫിനിഷൻ കൂടിയാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് എനി കർവ് whose tangent at any point will always give the direction of electric field at the point. ഈ ഇലക്ട്രിക് ഫീൽഡിന് ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് we have assigned certain properties. ആ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്? They originate from positive charge and terminate on negative charge. These lines do not intersect. Intersect ചെയ്താൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ രണ്ട് ലൈൻ ഉണ്ടാവും. രണ്ട് ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് രണ്ട് ലൈനിന് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് പറയേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. സോ ദേ ഡു നോട്ട് ഇന്റർസെക്ട്. ദ നമ്പർ ഓഫ് ലൈൻസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്. They are crowded where field is strong and separated where field is weak. 1 coulomb of ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് അല്ല 2 coulombsൽ നിന്നുണ്ടാകുന്നത്, അതല്ല 3 coulombsൽ നിന്നുണ്ടാകുന്നത്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്തോറും അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതോ അതിൽ ടെർമിനേറ്റ് ചെയ്യുന്നതോ ആയ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടും. ചാർജ് കുറഞ്ഞാൽ ഫീൽഡ് ലൈൻസ് കുറയും, ചാർജ് കൂടിയാൽ ഫീൽഡ് ലൈൻസ് കൂടും. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ തിങ്ങിയിരുന്നാൽ അവിടെ ഫീൽഡിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. ഫീൽഡ് ലൈൻസ് അകന്നിരുന്നാൽ അവിടെ ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറവാണ്. അപ്പൊ ഇവിടെ ചില ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതാണ് ഫീൽഡ് ലൈൻസിന്റെ കോൺഫിഗറേഷൻ. ഇതൊരു നെഗറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ ഫീൽഡ് ഇങ്ങനെ ഇരിക്കണം. ഇതൊരു നോൺ യൂണിഫോം ഫീൽഡാണ്. അപ്പൊ ഈ നോൺ യൂണിഫോം ഫീൽഡിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ് പി ആണ്, ഈ പോയിന്റ് ക്യൂ ആണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇ പി ഈസ് ഗ്രേറ്റർ ദാൻ ഇ ക്യൂ. എന്തുകൊണ്ടാണെന്ന്? എന്തുകൊണ്ടാ? ഫീൽഡ് ലൈൻസ് ആർ ക്രൗഡഡ് where field is strong and the field is weak where lines are separated. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫ്ലക്സ് ആണ് പറയാൻ പോകുന്നത്. ഫീൽഡ് ലൈൻസ് ഞാൻ ഒരു ഇമാജിനറി സർഫസ് ഒരു ഇമാജിനറി ഏരിയ ഞാൻ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിനെ തുളച്ച് കടന്നു പോകും. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന total number of electric field lines when the surface is normal to the field lines is known as electric flux. ഒരു സർഫസിലൂടെ നോർമലി കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഫ്ലക്സ്. ഈ പടം നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഏരിയ can be taken as a vector. ഇപ്പൊ എൻ്റെ ഈ കൈയുടെ ഈ സർഫസ് ഇത് ഞാനൊരു വെക്ടറായി കണക്കാക്കിയാൽ ഈ സർഫസിന്റെ ഡയറക്ഷൻ ഈ പെൻ കാണിക്കുന്ന ഡയറക്ഷനാണ്.
So this is the direction of the area vector. Area vector is always normal to the surface. Okay, appo ivada oru area is considered. Adinte area vector aanu S. This area is located in an electric field E. Area vector makes an angle theta with the E. Angle, what is the electric flux? Phi E is the symbol for electric flux, phi E. And that is equal to E dot S, which is ES cos theta. So electric flux is the dot product of electric field vector and area vector. So what is electric flux? Dot product of electric field and area vector, which can be expanded as ES cos theta. Theta value 0 ആയാൽ എന്ത് സംഭവിക്കും? Flux is maximum. Theta value 90 ആയാൽ എന്ത് സംഭവിക്കും? Flux is minimum equal to 0. Okay? It's very clear from the diagram. ഇനി കാൽക്കുലേഷൻ ഓഫ് ഫ്ലക്സിന്റെ വേറൊരു കോണ്ടെക്സ്റ്റ് പറയാം. ഇവിടെ ഞാൻ സങ്കല്പിച്ചത് ഒരു പ്ലെയിൻ ഏരിയ. കണ്ടോ? This is a plain area. A plain area is normal to the writing surface. Okay? Plain area is normal to the writing surface. This is plain area. Plain area is the uniform electric field one. If the surface is plain and electric field is uniform, this is calculation of electric flux. Ini, ningada area plain surface alla. Ningada electric field യൂണിഫോം അല്ല എങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഫ്ലക്സ് കാണുന്നത്. അപ്പോൾ ഒരു ചെറിയ ഏരിയ എടുക്കും. ചെറിയ ഏരിയയിൽ കൂടുള്ള ചെറിയ ഫ്ലക്സ് എന്താണ്? ഇ ഡോട്ട് ഡി എസ് ആണ്. സർഫസ് പ്ലെയിൻ അല്ല, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമും അല്ല. എങ്കിൽ എങ്ങനെ ഫ്ലക്സ് കാണാം? നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം ഒരു ചെറിയ ഏരിയ എലിമെന്റ് എടുക്കണം. The flux through the small area element is E dot ds. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, സമ്മപ്പ് ചെയ്താൽ ടോട്ടൽ ഫ്ലക്സ് കിട്ടും. ഇനി നമ്മുടെ സർഫസ് ക്ലോസ്ഡ് സർഫസ് ആണെങ്കിലോ ഇന്റഗ്രൽ സൈൻ്റെ പുറത്തൊരു സർക്കിൾ ഇടണം. അതിനർത്ഥം സർഫസ് ഈസ് ക്ലോസ്ഡ്. ഈസ് ക്ലിയർ? ശരി. ഇനി ഗോസസ് ലോ. എന്താണ് ഗോസസ് ലോ? Very important in electrostatics. The net electric flux through any closed surface enclosing charge is 1 by epsilon 0 times the charge enclosed by the surface. Which means integral E dot ds equal to Q enclosed by epsilon 0. Where E is the electric field on the surface. ഇത് ഞാൻ അടുത്ത സ്ലൈഡിൽ വിശദമായിട്ട് പറയാം. Okay? Look at this. ഇവിടെ I consider a surface. ഇതാണ് എൻ്റെ സർഫസ്. ഈ സർഫസ് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ഈ സർഫസിന് ജനലോ വാതിലുകളോ ഒന്നുമില്ല. എവിടെയും സർഫസിന് ഒരു ഓപ്പണിങ്സ് പോലും ഇല്ല. ദിസ് ഈസ് എ ക്ലോസ്ഡ് സർഫസ്. അതിന് അകത്ത് ചാർജ് ഉണ്ട്, അതിന് പുറത്തും ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യും. നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടെർമിനേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ലൈൻ വീതം വരച്ചാൽ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ലൈൻ ഇങ്ങനെ പോകും, ഇതും പോസിറ്റീവ് ആയതുകൊണ്ട് ലൈൻ ഇങ്ങനെ പോകും, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിലേക്ക് ടെർമിനേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇനി ചിലർ പുറത്തിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ നിന്നുള്ള ഫ്ലക്സ് ലൈൻസ് ഇതുവഴി എൻ്റർ ചെയ്ത് ഇതുവഴി പുറത്തു പോകും, ഇവിടെ എൻ്റർ ചെയ്തു ഇതുവഴി എക്സിറ്റ് ചെയ്തു. ഇവിടെ ഒരു Q5 ഇരിക്കുന്നുണ്ട്, Q5ൽ നിന്നും ഇവിടെ എൻ്റർ ചെയ്തു ഇവിടെ പുറത്തു പോയി. ഓക്കെ, അപ്പൊ യു ക്യാൻ സീ ദാറ്റ് ഫ്ലക്സ് ലൈൻസ് ആർ ക്രോസിംഗ് ദ സർഫസ് due to charges inside as well as outside. Flux lines are crossing the surface due to charges inside as well as outside. See, when you have flux lines crossing the surface,
when flux lines are crossing the surface, when field lines are crossing the surface, നമുക്ക് എന്ത് പറയാം? There is a flux through the surface എന്ന് പറയാം. There is a flux through the surface. The total flux through the surface is always the total flux through the surface. Total flux നെ phi എന്ന് വെച്ചു. ഇത് എല്ലായ്പ്പോഴും ഇതിനകത്തുള്ള ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതാണ് ഗോസസ് ലോ. അകത്തുള്ള ചാർജ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? Q1 plus Q2 minus Q3. Q1 plus Q2 plus minus Q3. അതൊരിക്കലും പുറത്തുള്ള ചാർജിനെ ആശ്രയിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ? Q4ൽ നിന്നും ഉള്ള ലൈൻസ് ഇവിടെ എൻ്റർ ചെയ്തു, ഇവിടെ ലീവ് ചെയ്തു, ഇവിടെ എൻ്റർ ചെയ്തു, ഇവിടെ ലീവ് ചെയ്തു. അതുകൊണ്ട് നെറ്റ് എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഡ്യൂ ടു Q4 എന്തായിരിക്കണം? 0 ആയിരിക്കണം. Q4ൽ നിന്നുള്ള ലൈൻസ് ഒരു ഭാഗത്തൂടെ എൻ്റർ ചെയ്തു, അത്രയും തന്നെ പുറത്തു പോവുകയും ചെയ്തു. അതുപോലെ Q5ൽ നിന്നുള്ള ലൈൻസ് ഒരു ഭാഗത്ത് എൻ്റർ ചെയ്തു, അത്രയും തന്നെ പുറത്തു പോവുകയും ചെയ്തു. പക്ഷേ Q1ഉം Q2ഉം Q3 അങ്ങനെയാണോ? അല്ല. അവിടെ നിന്നും ഒറിജിനേറ്റ് ചെയ്ത ലൈൻസ് പുറത്തേക്ക് മാത്രമേ പോയുള്ളൂ. പക്ഷേ Q4ഉം Q5 അങ്ങനെയാണോ? ഒരു ഭാഗത്തുകൂടി കയറി മറുഭാഗത്തൂടെ ഇറങ്ങിപ്പോയി. Q5ലും ഒരു ഭാഗത്തുകൂടി കയറി മറുഭാഗത്തൂടെ ഇറങ്ങിപ്പോയി. പക്ഷേ Q1നും Q2നും Q3ക്കും അങ്ങനെയല്ലല്ലോ. ഒന്നുകിൽ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ അകത്തോട്ട് വന്നു. സോ ദർ ഈസ് എ നെറ്റ് ഫ്ലക്സ് ഡ്യൂ ടു ദം. അതുകൊണ്ട് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ സർഫേസ് ഈസ് ഓൾവേസ് എൻക്ലോസ്ഡ് ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. ഇവിടെ തന്നെ ഞാൻ പറയാം. ഈ ടോട്ടൽ ഫ്ലക്സിനെ എങ്ങനെ മാറ്റി എഴുതാം? ഈ സർഫസ് ഒരു പ്ലെയിൻ സർഫസ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ല. അതുകൊണ്ട് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds. This is equal to Q enclosed by epsilon 0 എന്ന് എഴുതാം. അപ്പൊ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്? E എന്ന് പറയുന്നത് ഈ ds എന്ന് പറയുന്ന ഏരിയ എലിമെന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. E എന്ന് പറയുന്നത് ഈ കാണുന്ന ഏരിയ എലിമെന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ds എന്ന് പറയുന്ന ഏരിയ എലിമെന്റിന്റെ മുകളിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായി? ആ ഇലക്ട്രിക് ഫീൽഡ് ആരൊക്കെ കാരണമുണ്ടായി? Q1ഉം Q2ഉം Q3ഉം Q4ഉം Q5ഉം ചേർന്നുണ്ടായി. ഇവിടെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ചേർന്നുണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ആണ് ഈ. കുട്ടികൾ തെറ്റിക്കും. എന്താണെന്നറിയാമോ? ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ചാർജസ് ഇൻസൈഡ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ചാർജസ് ഇൻസൈഡ്. തെറ്റിപ്പോയി. ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി ദ ചാർജസ് ഇൻസൈഡ്, but electric field on the surface depends on all the charges in the vicinity. ആ പരിസരത്തുള്ള എല്ലാ ചാർജുകളും കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സർഫസിനെ നമ്മൾ ഒരു പേര് കൊടുത്ത് വിളിക്കാറുണ്ട്. ഈ സർഫസിനെ നമ്മൾ ഗോസിയൻ സർഫസ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഗോസ് തിയറം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി. ഇപ്പൊ ഗോസ് തിയറം മനസ്സിലായി. ഇനി ഈ സർഫസിന്റെ ഷേപ്പ് എന്ത് വേണമെങ്കിലും ആകാം. ചാർജസ് അതിനകത്ത് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഈസ് ഇറ്റ് ക്ലിയർ? ഒരു കമന്റിനകത്തുണ്ട്, സാർ നീറ്റ് സ്റ്റുഡൻസ് ഇത് കാണട്ടെ. കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ IIT ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അല്പം കൂട്ടി പറയും. കുറച്ച് നീറ്റിനില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, ശരി. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി ഒരു ചോദ്യം ചെയ്ത് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? If E is equal to 6i plus 3j plus 4k, E is equal to 6i plus 3j plus 4k. കണ്ടോ? Calculate the electric flux through a surface of area 20 units in the YZ plane. അത് ഏതായി YZ plane? അപ്പോൾ ഞാനിത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. YZ പ്ലെയിനിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഇതാണ് YZ പ്ലെയിനിലുള്ള ഏരിയ. കണ്ടോ? അപ്പൊ നിങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡിന് എത്ര കോമ്പണൻസ് ഉണ്ട്? 3 കോമ്പണൻസ് ഉണ്ട്. എക്സ് കോമ്പണന്റ് എന്താണ്? 6i. വൈ കോമ്പണന്റ് എന്താണ്? 3j. സെഡ് കോമ്പണന്റ് എന്താണ്? 4k. ഓക്കെ, ഇതിൽ ഏത് കോമ്പണന്റ് ആണ് ഈ സർഫസിൽ കൂടെ നോർമൽ ആയിട്ട് കടന്നു പോവുക? പറയാൻ പറ്റും? YZ പ്ലെയിനുള്ള ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ കോമ്പണന്റ് ഏതാ? എക്സ് കോമ്പണന്റ്, വൈ കോമ്പണന്റ് ഓർ സെഡ് കോമ്പണന്റ്? റിപ്ലൈ. പറയാൻ പറ്റുമോ? Tell me. There is a delay. നിങ്ങൾ നോക്കിക്കേ, ഏത് കോമ്പണന്റാ കടന്നു പോവുക? ഇതിനകത്തൂടെ കടന്നു പോകുന്ന കോമ്പണന്റ് എന്ന് പറയുന്നത് ഏത് കോമ്പണന്റ് ആണ്? എക്സ് കോമ്പണന്റ്. 6i ആണ് ഇതിനകത്തോട്ട് കടന്നു പോവുക. അങ്ങനെ അങ്ങ് ഫ്ലക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് പാസിംഗ് ത്രൂ ദ ഏരിയ. അപ്പോൾ എന്താണ്? EX ആണ്. ഏരിയ എത്രയാണ്? 20. EX എത്രയാണ്? 6. ശരിയല്ലേ? Is it clear? ഇതാണ് ഫ്ലക്സ്. ഓക്കെ, one last question. A spherical Gaussian surface encloses a charge 8.854 into 10 to the power minus 8 coulomb. Calculate the electric flux through the surface. If the radius of the Gaussian surface is double, would the flux change? Very simple. Total electric flux എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ്. ചാർജ് എൻക്ലോസ്ഡ് ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ചാർജ് എൻക്ലോസ്ഡ്? 8.855 into 10 to the power of minus 8 coulomb. എപ്സിലോൺ 0യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഇനി ഇതിനകത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഗോസിയൻ സർഫസിന്റെ റേഡിയസ് ഡബിൾ ചെയ്താൽ ഫ്ലക്സ് മാറുമോ? മാറില്ലല്ലോ. കാരണം ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വാട്ട് ഫാക്ടേഴ്സ്? ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ചാർജ് എൻക്ലോസ്ഡ്. അപ്പോ ഗോസിയൻ സർഫസ്, ഈ സർഫസിന്റെ വലിപ്പം കൂട്ടിയാലോ കുറച്ചാലോ അതിന്റെ ആകൃതി മാറ്റിയാലോ അതിൽ കൂടുള്ള ഫ്ലക്സിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. Is it clear? Okay, and this comes to the end of the today's session. ഞാൻ അല്പം സമയം കൂടുതൽ എടുത്തു. കുട്ടികളെല്ലാം ഇതിനകത്ത് വളരെ ലൈവായിട്ട് നിന്നിട്ടുണ്ട്. ചിലരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. ഓക്കെ, കൂടുതൽ ക്ലാസ്സുകൾ ഇതുപോലെ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടോപ്പിക്സും വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. കോൺസെപ്റ്റുകളൊന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൂടുതൽ ന്യൂമറിക്കൽ പാർട്ടിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഓക്കെ, JEE മെയിൻ ക്വസ്റ്റ്യൻസും JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പൂർണ്ണമായും മാത്തമാറ്റിക്കലായിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് കേട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും ഐ താങ്ക് ദം. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ മെന്റേഴ്സുമായി കോണ്ടാക്ട് ചെയ്ത്, ഓൺലൈൻ സ്റ്റുഡൻസും ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആരാണോ കാണുന്നത്, മെന്റേഴ്സുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്.